നേരത്തെ എപ്പോഴും ഓൾഡ് സിലബസിന് കുറച്ച് കുറവാണ് കമ്പനിയിലോ, പക്ഷെ കണ്ടന്റ്സ് അൾട്ടിമേറ്റ്ലി എക്സെപ്റ്റ് ഫോർ ഫ്യൂ സെക്ഷൻസ് എല്ലാം സെയിം തന്നെയാണ് പഠിക്കാൻ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓൾഡ് സിലബസിനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ജനറൽ ഐഡിയ ഞാൻ പറയാം. ഓൾഡ് സിലബസിന് ആദ്യം 30 മാർക്സ് ആണ് കോർപ്പറേറ്റ് ലോ ഉള്ളത്, 30 മാർക്സ് ആണ് അതർ ലോ ഉള്ളത്, 40 മാർക്സ് ആണ് എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. പിന്നെ ന്യൂ സിലബസിന് വരാൻ നേരത്ത് 60 മാർക്സ് ആണ് കോർപ്പറേറ്റ് ലോ വരുന്നത്, 40 മാർക്സ് ആണ് അതർ ലോ വരുന്നത്. പിന്നെ ഇപ്പൊ MCQ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാരണം നിങ്ങൾക്ക് 30 മാർക്സ് ഒബ്ജക്റ്റീവ് പേപ്പർ ആയിരിക്കും, ബാക്കി 70 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് സബ്ജക്റ്റീവ് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് വരിക. ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു പാറ്റേൺ പോകുക. നെഗറ്റീവ് ഇതുവരെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എങ്ങാനും തെറ്റിപ്പോയാലും നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, MCQ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എടുക്കരുത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പോലെ ഇതൊരു തിയറി പേപ്പർ അല്ല, ഇതൊരു പ്രൊവിഷണൽ പേപ്പർ ആണ്. എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ ഒത്തിരി പേരിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു ഇതാണ്, ലോ ഒരു തിയറി പേപ്പർ ആണ്. ലോ ഒരു തിയറി പേപ്പർ അല്ല, ലോ ഒരു പ്രൊവിഷണൽ പേപ്പർ ആണ്. ലോ ഒരു കഥ പോലെ പഠിക്കണം. ലോ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ലോയിൽ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് കയറുമ്പോൾ, കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ലോ ഒരിക്കലും ഒരു തിയറി എന്നുള്ള ബേസിസിൽ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇംഗ്ലീഷ് അറിയണം എന്ന് നിർബന്ധമുണ്ടെന്ന് വേറെ കുറെ പേര് ചോദിച്ചു. ഇംഗ്ലീഷ് അറിയണം എന്നൊരു നിർബന്ധവും ഇല്ല. ഒരു ലീഗൽ ലോ ലാംഗ്വേജ് കൊണ്ടുവരാൻ ഒരു കുറച്ച് സമയം എടുക്കും. നമുക്ക് ഏതൊരു സാധനവും പഠിക്കാൻ നേരത്ത് വിൽ ടേക്ക് ലിറ്റിൽ ടൈം ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ആ ഒരു സമയം അതിന് കൊടുക്കണം. ആ ലീഗൽ ലാംഗ്വേജ് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ പേപ്പറിൽ ഫലിപ്പിക്കാനായിട്ടുള്ള കുറച്ച് ടൈം. ആ ടൈം കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദറ്റ് പെർട്ടിക്കുലർ ആൻസർ. എങ്ങനെ ലോ ലാംഗ്വേജ് കൂട്ടാൻ പറ്റും എന്ന് ചോദിച്ചാൽ യു വിൽ ഹാവ് ടു റൈറ്റ് ആൻഡ് ലേൺ. ഒന്ന് എഴുതി നോക്കിയാൽ മാത്രമേ നമ്മൾ അതുമായിട്ട് കംഫർട്ട് ആയിട്ട് വരുള്ളൂ. പിന്നെ നമ്മുടെ ടീച്ചിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊവിഷൻ പഠിക്കും. ആ പ്രൊവിഷനെ റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, എങ്ങനെയാണ് RTP സോൾവ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് MTP സോൾവ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ MTPയിൽ എങ്ങനെയാണ് വന്നേക്കുന്നത് എന്ന ഓരോ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കും. ഇന്നത്തെ ടോപ്പിക്കിനകത്ത് ചിലപ്പോൾ നിങ്ങളത് കാണില്ല, കാരണം ഇന്നത്തെ ടോപ്പിക് ഇസ് ബേസിക്കലി എന്താണ്, നിങ്ങൾക്കൊരു ഓവർവ്യൂ തരുവാണ് കമ്പനി ലോയിനെ പറ്റി. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ യൂഷ്വലി കാണാൻ പോകുന്ന ടെക്നിക്കൽ വേർഡ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ചിലവർ ചോദിക്കും ഇതെന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം, ഇങ്ങനെ റൂൾ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഓർഡിനൻസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഇതിന്റെ അർത്ഥം എന്താണ്, അങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഒട്ടും ബ്ലാങ്ക് ആയിട്ടിരിക്കില്ല സബ്ജക്ട്. ആ സബ്ജക്ട് അറിയാമെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്തല്ലേ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ലോയുടെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷൻസും കണക്റ്റഡ് ആയിരിക്കും. യു ക്യാൻ കണക്ട് എ ലോട്ട് ഓഫ് സെക്ഷൻസ്. ഒരു സെക്ഷൻ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ വേറൊരു സെക്ഷന്റെ കാരണം കൊണ്ടായിരിക്കും, ദാറ്റ് ഇസ് എ റീസൺ ഫോർ ദിസ് സെക്ഷൻ ടു കം ഇൻ ടു പ്രിവിലൻസ്. ഇതിങ്ങോട്ട് വരാനുള്ള റീസൺ വേറൊരു സെക്ഷൻ ആയിരിക്കാം. അപ്പൊ എല്ലാ സെക്ഷൻസും കണക്റ്റഡ് ആണ്. ഓരോ കാര്യം വരുന്നതിനും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ട്. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ഒരു റീസൺ നമ്മൾ അതിനോട് ചോദിക്കണം. ഇത് എന്തിനാണ് വന്നത്, ഇത് എന്തിനായിരിക്കും വന്നത്, അല്ല ഇതിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളൊരു ബേസിസിൽ പഠിച്ചു കഴിയുമ്പം ലോ സബ്ജക്ട് ഒരു ബോറിംഗ് സബ്ജക്ട് അല്ലാതെ, ഒരു തിയോറിറ്റിക്കൽ പേപ്പർ അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിലോട്ട് പോവാം. ഇതാണ് പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്റർ. പിന്നെ ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് ഓൾഡ് സിലബസിനും പഠിക്കാനായിട്ടുണ്ട്, ന്യൂ സിലബസിനും പഠിക്കാനായിട്ടുണ്ട്. ഓൾഡ് സിലബസിന് ഇത് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. പ്രിലിമിനറി, പ്രോസ്പെക്ടസ്, മീറ്റിംഗ്സ്, ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനെ 4 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അകത്താണ് കുറെ ചാപ്റ്റേഴ്സ് ഓൾഡ് സിലബസിന് വന്നിരിക്കുന്നത്. എന്നാൽ ന്യൂ സിലബസിന് അങ്ങനെയല്ല, വളരെ നീറ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും കോമൺ ആണ്. ഈ പ്രിലിമിനറി ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താണ് പഠിക്കുന്നതെന്നാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. പ്രിലിമിനറി ചാപ്റ്ററിനകത്ത് നമ്മൾ കുറെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഈ കുറെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സിനകത്ത് നമ്മൾ വായിക്കുന്ന ഓരോ വാക്കുകളുടെ അർത്ഥം എന്താണ്, അല്ലെ ഈ പറയുന്ന പെർട്ടിക്കുലർ കമ്പനി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബേസിക്കലി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡെഫിനിഷൻസ് ആയിരിക്കും. കമ്പനീസ് ആക്ടിൽ കവർ ചെയ്തേക്കുന്ന ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ് ആയിരിക്കും. കുറച്ച് ഡെഫിനിഷൻസ് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ, ബാക്കി ഡെഫിനിഷൻസ് വേണ്ട എന്നല്ല. ബാക്കി അതതായ ചാപ്റ്റേഴ്സ് വരാൻ നേരത്ത് നമ്മൾ ആ ചാപ്റ്റേഴ്സ് ആ ഡെഫിനിഷൻ അവിടെ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പറയുന്ന ഓൾഡ് സിലബസിനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. കമ്പനി ലോ 30 മാർക്സ് ആണ്, ബിസിനസ് ലോ 30 മാർക്സ് ആണ്, എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 40 മാർക്സ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. പുതിയ സിലബസിന് എങ്ങനെയാണ് വരുന്നത്, കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞാൽ 60 മാർക്സിന് കൊടുത്തിട്ടുണ്ട്, അതർ ലോ എന്ന് പറഞ്ഞാൽ 40 മാർക്സിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ ഓഫ് 100 മാർക്സ് ഓഫ് ന്യൂ സിലബസ്. നിങ്ങൾക്ക് എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. എങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? കുറെ പേര് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്റെ PDF ഞാൻ ക്ലാസ് കഴിയുമ്പോൾ സെൻഡ് ചെയ്ത് തരും.
നോക്കിക്കോ, കമ്പനി ലോ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്? ഓൾഡ് സിലബസിന് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഇവർക്ക് ആ ചേഞ്ച് വരുന്നതെന്ന് നോക്കുക. കമ്പനി ലോയിൽ ഓൾഡ് സിലബസിന് പഠിക്കാനുള്ളത് സെക്ഷൻ 1 to സെക്ഷൻ 122, പുതിയ സിലബസിന് പഠിക്കാനുള്ളത് സെക്ഷൻ 1 to 148. അപ്പോൾ 122 to 148 മാത്രമേ ഓൾഡ് സിലബസിന് ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാം തന്നെ സെയിം ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, നിങ്ങൾ സോ യൂസ് ടു സ്റ്റഡിങ് പ്രാക്ടീസ് മാനുവൽ, സ്റ്റഡി മെറ്റീരിയൽ നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ന്യൂ സിലബസിന് അത്രയും പഠിക്കാനില്ല എന്ന്. സോ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എത്ര സെക്ഷൻസ് പഠിക്കാനുണ്ട്? 122 വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഓൾഡ് സിലബസിന്. അതർ ലോ ഓൾഡ് സിലബസിന് എന്തൊക്കെയാ ഉള്ളത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഉണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, ബോണസ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാ ഉള്ളത്? ന്യൂ സിലബസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഉണ്ട്, ജനറൽ ക്ലോസ് ഉണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ഈ ജനറൽ ക്ലോസും ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സും മാത്രമേ എനിക്ക് പേഴ്സണലി അതർ ലോയ്ക്കകത്ത് ഒരു ഇച്ചിരി കൂടുതലായിട്ടൊരു ലീഗൽ ലാംഗ്വേജ് അല്ലെ കുറച്ചും കൂടെ ഒരു ടൈം അല്ലെ എഫേർട്ട് എടുത്ത് പഠിക്കണം എന്ന് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുള്ള 2 യൂണിറ്റ്സ്. ബാക്കി എല്ലാ യൂണിറ്റ്സും നോർമലായിട്ട് നമുക്ക് വായിച്ച് ഈ കമ്പനി ലോ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ലീഗൽ ലാംഗ്വേജ് കിട്ടും. പിന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ജനറൽ ക്ലോസും ഇന്റർപ്രിട്ടേഷനും മാത്രമേ ഉള്ളൂ. മിക്കപ്പോഴും ഇന്റർപ്രിട്ടേഷൻ ഒരു 8 മാർക്സ്, ജനറൽ ക്ലോസ് ഒരു 4-5 മാർക്സിനാണ് യൂഷ്വലി ചോദിക്കാറ്. പിന്നെ ഈ കമ്പനീസ് ആക്ട് എന്നുള്ള ആക്ട് ആണ് കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് ആണ്. അപ്പൊ എന്താണ് നമ്മൾ കമ്പനീസ് ആക്ടിനകത്ത് പഠിക്കാൻ പോകുന്നത്? എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ പൊതുവെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് മാനുവൽ, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണുമ്പോൾ യു സീ ദീസ് ടെക്നിക്കൽ വേർഡ്സ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അമെൻമെന്റ് കണ്ടുപിടിക്കേണ്ടത്, ഏത് അമെൻമെന്റ് ആണ് ആപ്ലിക്കബിൾ ആവുന്നത്, ഇത് ഇപ്പൊ വന്ന അമെൻമെന്റ് ആണോ, ഇത് എപ്പോ വന്ന അമെൻമെന്റ് ആണ്, എന്താണ് ഈ വാക്കിന്റെ അർത്ഥം. സോ ലോയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കാര്യവും സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടില്ല, എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട്. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. കമ്പനീസ് ആക്ട് 2013 ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് മുന്നേ ഏതായിരുന്നു? കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. അപ്പൊ കമ്പനീസ് ആക്ട് 2013 നിങ്ങൾ പഠിക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ അമെൻമെന്റ്സ് ആണ് കവർ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ആദ്യമേ നമ്മൾ പഠിക്കുന്നത് അമെൻമെന്റ് ആക്ട് 2015 എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ RTP ഒക്കെ തുറക്കാൻ നമുക്ക് കാണാം അമെൻമെന്റ് ആക്ട് 2050 എന്ന് പറഞ്ഞാൽ ഈ കമ്പനീസ് ആക്ട് 2013 വന്നു കഴിഞ്ഞിട്ട് അടുത്ത വന്ന ഒരു അമെൻമെന്റ് ആണ് 2015. അമെൻമെന്റ് എന്ന് പറയുമ്പോൾ ചേഞ്ചസ് വരുത്തിയത്, എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുത്തിയത് 2013 ആക്ട് പ്രിവെയിലിംഗ് ആയി കഴിഞ്ഞിട്ട് ആ അമെൻമെന്റ് കംപ്ലീറ്റ് ആക്ട് ആയിട്ട് വന്ന വർഷമാണ് 2050. പിന്നെ വന്ന ചേഞ്ച് എപ്പോഴാന്ന് ചോദിച്ചാലാണ് അമെൻമെന്റ് ആക്ട് 2017. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അമെൻമെന്റ് പഠിക്കേണ്ടത്? ഞാൻ കഥയിലോട്ട് വന്നിട്ടില്ല. എങ്ങനെയാണ് അമെൻമെന്റ് പഠിക്കേണ്ടത്? 6 months ബേസിസിലുള്ള അമെൻമെന്റ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പിന്നെ സ്ഥിരമായിട്ട് സ്റ്റുഡൻസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യനും അവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യവുമാണ് കമ്പനി അമെൻമെന്റ് ഓർഡിനൻസ് 2018. ഒന്നും മനസ്സിലായില്ല. കമ്പനീസ് അമെൻമെന്റ് ഓർഡിനൻസ് 2018 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഓർഡർ അല്ലെങ്കിൽ ഡിഗ്രി, എന്തെങ്കിലും ഒരു ഓർഡർ ഈ നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ആക്ട് പ്രിവെയിലിംഗ് ആവുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ആക്ട് ഉണ്ടെന്ന് പഠിക്കുന്നത് മാത്രമല്ല, എങ്ങനെയാണ് ആക്ട് പ്രാക്ടിക്കലി വരുന്നത്, എങ്ങനെയാണ് പാർലമെന്റിൽ പാസ്സാവണം, അതായത് ലോക്സഭയിൽ പോകണം, ലോക്സഭയിൽ പാസ്സാവണം, രാജ്യസഭയിൽ പാസ്സാവണം, പാർലമെന്റ് മറ്റേ പ്രസിഡന്റ് ഇത് സൈൻ ചെയ്യണം. ഇത്രയും വലിയൊരു പ്രോസസ്സ് കഴിയുമ്പോൾ മാത്രമേ ഒരു വലിയ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം ആക്ട് ആയിട്ട് മാറുന്നുള്ളൂ. അതായത് അതിനൊരു ലീഗാലിറ്റി, കംപ്ലീറ്റ് ആക്ട് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ആർട്ടിക്കിൾ 123 പറയാണ് എന്തെങ്കിലും ബിസിനസ്സിന് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം, പെട്ടെന്നൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 123 പറയാണ് പ്രസിഡന്റിന് ഒരു റൈറ്റ് ഉണ്ട്, പുള്ളിക്ക് ഒരു ഓർഡർ കൊടുക്കാം, ആ ഓർഡറിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഒരു ഇത് ഇറക്കാം. ആ പ്രസിഡന്റ് കൊടുക്കുന്ന ആ പെർട്ടിക്കുലർ ഓർഡറിനെയാണ് നമ്മൾ ഓർഡിനൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഓർഡിനൻസ് എന്താന്ന് ഇനി അറിഞ്ഞുകൂടാന്ന് പറയരുത്. ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ആയിട്ട് വന്നിട്ടില്ല, ഇറ്റ് ഹാസ് നോട്ട് കം ആസ് എൻ ആക്ട്. പക്ഷെ പ്രസിഡന്റിന് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഓർഡർ ആയിട്ട് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം പ്രസിഡന്റ് കൊടുക്കുന്ന ഒരു ഓർഡറിനെയാണ് നമ്മൾ ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത്. അങ്ങനെ 2018 അതായത് 2 November 2018, കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ ഒരു കമ്പനി അമെൻമെന്റ് ഓർഡിനൻസ് 2018 എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി.
ഓക്കെ, അത് ആക്ട് ആയില്ല. മുകളിലൊക്കെ കണ്ടോ അമെൻമെന്റ് ആക്ട്, അതെല്ലാം പാസ്സാക്കിയതാണ്, പാർലമെന്റ് പാസ്സായി വന്നാണ്. ഇവിടെ മാത്രം കമ്പനീസ് അമെൻമെന്റ് ഓർഡിനൻസ് 2018 ഉള്ളൂ. കാരണം എന്താ, ആര് മാത്രമേ പാസ്സാക്കിയിട്ടുള്ളൂ? പ്രസിഡന്റ് മാത്രമേ പാസ്സാക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞത് എവിടെയൊക്കെ പോകണം? ലോക്സഭയിൽ പോകണം, രാജ്യസഭയിൽ പോകണം, പ്രസിഡന്റ് അസന്റ് കിട്ടണം, എങ്കിൽ മാത്രമേ ഒരു ആക്ട് പാസ് ആവുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 123 കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. ബിസിനസ്സുകൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ഇത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ദി ഓർഡിനൻസ് ഓഫ് ദ പ്രസിഡന്റ്. അങ്ങനെ എന്ത് കൊണ്ടുവന്നു? കമ്പനീസ് അമെൻമെന്റ് ഓർഡിനൻസ് 2018 എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കാരണം കൊണ്ട് അത് രാജ്യസഭയിൽ പാസ്സായില്ല. അപ്പൊ പാസ്സാവാതെ വന്നപ്പോൾ എല്ലാവർക്കും വളരെ പേടിയായി. കാരണം ഈ അമെൻമെന്റ് ഓർഡിനൻസ് വെച്ച് കുറെ ചേഞ്ചസ് ഓൾറെഡി വരുത്തി. നമ്മളൊക്കെ എക്സാമിന് പഠിക്കുകയും ചെയ്തു. ആ സമയത്ത് എക്സാമിൽ എഴുതിയതെല്ലാം പഠിച്ചു. എക്സാമിനേക്കാൾ ഉപരി ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആയി. അപ്പൊ ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞിട്ട് ഇത് ആക്ട് ആയില്ല താനും, ഇപ്പോഴും ഓർഡിനൻസ് ആയിട്ട് ഇരിക്കുക. അപ്പൊ അങ്ങനെ ഒരു പേടി വന്നപ്പോൾ രണ്ടാമത് ഫയൽ ചെയ്തൊരു സാധനമാണ് കമ്പനീസ് അമെൻമെന്റ് ഓർഡിനൻസ്. കണ്ടോ, ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കമ്പനീസ് അമെൻമെന്റ് ഓർഡിനൻസ് 2019. 2018 ഈ ഓർഡിനൻസ് മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പോയി എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് ഈ അമെൻമെന്റ് ഓർഡിനൻസ് 2019 വന്നെന്ന് മനസ്സിലായോ? മോളി പറഞ്ഞ അമെൻമെന്റ് ഓർഡിനൻസ് 2018 ആക്ട് ആകാൻ പറ്റിയില്ല. എന്തോ കാരണങ്ങളും കൊണ്ട് രാജ്യസഭയിൽ അത് പാസ്സായില്ല, അപ്പൊ ആക്ട് ആയില്ല. അപ്പൊ കുറെ കാര്യങ്ങൾ നിലപാടിലോട്ട് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്നു. അപ്പൊ അത് കാരണം ഇനി അത് ആക്ട് ആക്കിയില്ലെങ്കിൽ അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നള്ളിഫൈഡ് ആയി പോകും, അതിനൊരു വിലയില്ലാതായി പോകും. അപ്പൊ പെട്ടെന്ന് എന്ത് കൊണ്ടുവന്നു? കമ്പനീസ് അമെൻമെന്റ് ഓർഡിനൻസ് 2019 വന്നു. ഈ കമ്പനി അമെൻമെന്റ് ഓർഡിനൻസ് 2019 എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. എന്താണോ 2018 പാസ്സാക്കിയ സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചേക്കാണ്. ദ വെരി സെയിം തിങ് ഇസ് കോപ്പി പേസ്റ്റഡ് ആൻഡ് പുട്ട് ഇൻ കമ്പനി അമെൻമെന്റ് ഓർഡിനൻസ് 2019. കഥ മനസ്സിലായല്ലോ? ഒരു വ്യത്യാസമില്ല. കാണുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ 2018 ഒരു ചേഞ്ച്, 2019 ഒരു ചേഞ്ച്, ഇത്രയും ചേഞ്ചസ് എനിക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു വ്യത്യാസവും ഇല്ല. ഇത് ആക്ട് ആവാത്തത് കാരണം ഇത് നള്ളിഫൈഡ് ആയി പോകരുതല്ലോ എന്ന് ഓർത്ത് രണ്ടാമതൊരു സാധനം ഫയൽ ചെയ്തു. അതാണ് കമ്പനി അമെൻമെന്റ് ഓർഡിനൻസ് 2019. അതിന്റെ കണ്ടന്റ് എന്താണ്? കമ്പനി ഓർഡിനൻസ് 2018 എന്ത് കണ്ടന്റ് ആണോ അത് തന്നെയാണ് കമ്പനി അമെൻമെന്റ് ഓർഡിനൻസ് 2019 കാര്യങ്ങൾ. അതും കണ്ടോ, വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഫ്രം 2 നവംബർ. എന്നാണ് ഓർഡിനൻസ് 2018 പാസ്സായത്? 2 നവംബറിലാണ് പാസ്സായത്. അതേ സാധനങ്ങൾ തന്നെ എവിടെ ഉള്ളൂ? ഓർഡിനൻസ് 2019 ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഓർഡിനൻസ് 2019 കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി പഠിച്ച അമെൻമെന്റ് തന്നെയാണ് കമ്പനീസ് അമെൻമെന്റ് ഓർഡിനൻസ് 2019. അല്ലാണ്ട് പുതിയതായിട്ട് വന്നൊരു സാധനമല്ല. എന്താണോ 2018 ആ സമയത്ത് പാസ്സായപ്പോൾ അമെൻമെന്റ് വന്നത്, അത് തന്നെയാണ് കമ്പനീസ് അമെൻമെന്റ് ഓർഡിനൻസ് 2009. അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഇത് ഞാൻ പഠിക്കാതെ പോയ ഒരു സാധനമാണെന്ന് വിചാരിക്കണ്ട. അടുത്തത്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ സാധനം 2019 വന്നിട്ടും ഈ സാധനം എന്തോ കാര്യം കൊണ്ട് രാജ്യസഭയിൽ പാസ്സായില്ല. ദിസ് ഇസ് നോട്ട് പാസ് ഇൻ ദ പാർലമെന്റ്. അത് കാരണം പിന്നെ ഇത് എന്തായി മാറിയില്ല? ആക്ട് ആയി മാറില്ല. പിന്നെ അവർക്ക് പേടിയായി. 2018 ഇത് ആക്ട് ആയില്ല, 2019 ഇത് ആക്ട് ആയില്ല. ഇനി ആക്ട് ആവാതെ പോകുമ്പോൾ എന്തിനാണ് ഈ പേടിക്കുന്നത്? അവർ ചെയ്ത കാര്യങ്ങളെല്ലാം നള്ളിഫൈഡ് ആയി പോകും, ഒരു ലീഗാലിറ്റി ഇല്ലാതായി പോകും. അപ്പൊ അവർ എന്ത് ഫയൽ ചെയ്തു? കമ്പനീസ് അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസ്, അതായത് രണ്ടാമത് ഒരു ഓർഡിനൻസ്, രണ്ടാമത് ഒരു ഓർഡറും കൂടെ ആരുടെ അടുത്തുനിന്ന് മേടിച്ചു? പ്രസിഡന്റ് അടുത്തുനിന്ന് മേടിച്ചു. ഇപ്പൊ ഈ കാണുന്ന ടെക്നിക്കൽ വേർഡ്സ്, ജാർഗൻ വേർഡ്സ്, ഈ സ്റ്റഡി മെറ്റീരിയൽ അല്ലെ RTP കാണുമ്പോൾ പേടി വരില്ല, ഇത് എന്താ സംഭവം? ഇതാണ് സംഭവം. അപ്പൊ ഈ കമ്പനി അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസിനകത്തും എന്തേ ഉള്ളൂ? കമ്പനി അമെൻമെന്റ് ഓർഡിനൻസിനകത്ത് പാസ്സാക്കിയ കാര്യങ്ങളും അത് തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഓർഡിനൻസ് 2019 ഇട്ടത്. അതേ സാധനം ഒന്നും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്ത് എങ്ങോട്ടിട്ടു? കമ്പനി അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസ്. പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും, നമ്മൾ എന്തൊക്കെയോ പഠിക്കാത്ത സാധനം തോന്നും. ഓർഡിനൻസ് എന്താന്ന് മനസ്സിലാവുന്നില്ല, അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസ് എന്താന്ന് മനസ്സിലാവുന്നില്ല. കഥ മനസ്സിലായല്ലോ? അപ്പം അൾട്ടിമേറ്റ്ലി ഈ കമ്പനി അമെൻമെന്റ് 2018, ഓർഡിനൻസ് 2018, കമ്പനി അമെൻമെന്റ് ഓർഡിനൻസ് 2019, കമ്പനി അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസ് 2019, ഇതിന്റെ എല്ലാം കണ്ടന്റ്സ് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഈ കമ്പനി അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസ് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ച അതേ അമെൻമെന്റ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഫൈനലി ഇത് ആക്ട് ആയി മാറി. ഇത്രയും നേരം നമ്മൾ 2018 ഓർഡിനൻസ് എടുത്തു പ്രസിഡന്റിൽ നിന്ന്, 2018 പാസ്സായില്ല, പേടിയായി. 2019 പോയി പിന്നെ ഓർഡിനൻസ് എടുത്തു, പിന്നെ ആക്ട് ആയില്ല, പേടിയായി. എങ്ങോട്ട് പോയി? സെക്കൻഡ് ഇതെടുത്തു, പ്രസിഡന്റ് എടുത്തു, പാസ്സായി. അവസാനം പാസ്സായി കിട്ടി. എപ്പോഴാണ് പാസ്സായത്? കമ്പനി അമെൻമെന്റ് ആക്ട് 2019 ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നുണ്ടോ? കമ്പനി അമെൻമെന്റ് ഓർഡിനൻസ് 2018 പ്ലസ് കമ്പനി അമെൻമെന്റ് 2019 പ്ലസ് കമ്പനീസ് അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസ് 2019, ഇതെല്ലാം കൂടെ കൂട്ടുന്നതിനാണ്
കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019 എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് സെക്ഷൻസും കൂടെ ആഡ് ചെയ്തു. അത് മാത്രമേ കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019 വ്യത്യാസമുള്ളൂ. മിക്ക സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഈ കുറെ പേര് ചേച്ചി അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നു, കുറെ പേര് ഓർഡിനൻസ് എന്ന് പറയുന്നു, കുറെ പേര് ഇതിനെ 2015 കൊണ്ടുവന്ന സാധനം എന്ന് പറയാം. ഞങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്? ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കമ്പനി അമെൻമെന്റ് ആക്ടിനകത്ത് ആകെ വന്നേക്കുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണ്, കുറച്ചും കൂടെ സെക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എപ്പോഴാണ് 15th August 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്ത് സെക്ഷൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഓവറോൾ നിങ്ങൾക്ക് എന്താണ് എന്താണ് അതിന്റെ ടെക്നിക്കാലിറ്റി കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്താണ് ഈ അമെൻമെന്റ് ഓർഡിനൻസ് അല്ലെങ്കിൽ സെക്കൻഡ് അമെൻമെന്റ് ഓർഡിനൻസ്, അമെൻമെന്റ് ആക്ട് എന്താണ് ഈ പറയുന്ന, എന്നാണ് ആക്ട് വന്നത്, എന്തിനാണ് ഈ സംഭവം വന്നത്, ഓർഡിനൻസ് എന്താണ്, എപ്പോഴാണ് ആക്ട് പാസ്സാകുന്നത്, ഇതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു ജനറൽ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ സെക്ഷൻ പുതിയ സിലബസ് സെക്ഷൻ 1 to 148 ആണ് പഠിക്കുന്നത്. 1 to അതൊക്കെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന സെക്ഷൻസ് ഓർത്തിരിക്കാൻ പറ്റുന്നത്, സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യണോ, എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡൗട്ട്. ഓക്കെ, സെക്ഷൻ 2-നകത്താണ് കംപ്ലീറ്റ് ഡെഫിനിഷൻസ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. എല്ലാ ഡെഫിനിഷൻസും ഡിഫൈൻ ചെയ്യുന്നത് എവിടാണ് ഡെഫിനിഷൻസ് കൊടുത്തേക്കുന്നത്, സെക്ഷൻ 2-ലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് സെക്ഷൻസും സബ് സെക്ഷൻസും ക്ലോസും സബ് ക്ലോസും ഒക്കെ നമ്മൾ പഠിക്കും. ഈ സബ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ, ഒരു സെക്ഷന്റെ ഭാഗത്തിന്റെ രണ്ട് സബ് സെക്ഷൻസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്, അത് കാര്യങ്ങൾ വായിച്ചാൽ മാത്രമേ ആ സെക്ഷൻ ഉള്ളെങ്കിൽ അതിനെ പറയുന്നതാണ് സബ് സെക്ഷൻ. അങ്ങനെ ഇന്റർ റിലേറ്റഡ് അല്ല, അതിന് സ്വയമായിട്ടൊരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. രണ്ട് കാര്യങ്ങളിൽ തമ്മിൽ ഒരു ഇന്റർ റിലേഷൻ ഉണ്ട്, അത് രണ്ടും ഒരുമിച്ച് വായിച്ചാൽ മാത്രമേ ആ പറയുന്ന സെക്ഷൻ ഉള്ളെങ്കിൽ അതിന്റെ പേരാണ് സെക്ഷൻ സബ് സെക്ഷൻ. രണ്ട് സെക്ഷൻസ് അങ്ങനെ ഒരുമിച്ച് വായിക്കേണ്ട ആവശ്യമില്ല, അവരെ സെപ്പറേറ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് എൻ ഇൻഡിപെൻഡൻസ്, എങ്കിൽ അതിനെ ക്ലോസ് എന്നും വിളിക്കും. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ എളുപ്പം എന്ന് പറയാനായിട്ട് നമ്മൾ പറയും, ആദ്യം വരയ്ക്കുന്ന ബ്രാക്കറ്റിനെ സബ് സെക്ഷൻ എന്നും രണ്ടാമത്തെ ബ്രാക്കറ്റിനെ ക്ലോസ് എന്നും പിന്നെ സബ് ക്ലോസ് ഒക്കെ നമ്മൾ പഠിക്കും. അത് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പം ഇത്രയും കഥയൊക്കെ പറഞ്ഞു, കമ്പനീസ് ആക്ട് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം അറിയേണ്ടത് വാട്ട് ഇസ് കമ്പനി എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു എല്ലാ ഡെഫിനിഷൻസും ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 2. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 2-നകത്തെ കുറെ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ് ആണ്. എത്ര മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പൊതുവേ ചോദിക്കാറുണ്ട്? 4 to 5 മാർക്സിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ചോദിച്ച ഐദർ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി, അല്ല ഇതിനകത്തുനിന്ന് പൊതുവേ ചോദിക്കുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് ആണ്. ഒന്നെങ്കിൽ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി ചോദിക്കും, അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനി ചോദിക്കും. എങ്ങനെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്യും. കുറെ ക്വസ്റ്റൻസ് പ്രീവിയസ് ഇയറിന് ഞാൻ തരും, RTPയുടെ തരും. അറൌണ്ട് 5 to 6 അറ്റംപ്റ്റ്സോളം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. സെയിം RTPയും MTPയും കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും പ്രത്യേകിച്ച് പോയിട്ട് RTPയോ MTPയോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ ലോയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആദ്യം കമ്പനിയുടെ ഡെഫിനേഷനിലോട്ട് പോവാണ്. സെക്ഷൻ 2 ക്ലോസ് 20. ഓക്കെ, ഇതിനകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന 26 കണ്ടോ, കമ്പനിയുടെ ഡെഫിനേഷന്റെ ബ്രാക്കറ്റിൽ 20 വരുന്നു, അസോസിയേറ്റ് കമ്പനിയുടെ ഡെഫിനേഷന്റെ ബ്രാക്കറ്റിൽ 6 വരുന്നു. ഇതെന്താണ് ഇത് തമ്മിലൊരു റിലേഷൻ? ആൽഫബറ്റിക് ഓർഡറിലാട്ടോ പോയിരിക്കുന്നത്, ABCD. കാരണം അസോസിയേറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ A ആണ്, അതുകൊണ്ടാണ് അത് 6 ആയിട്ട് വന്നത്. കമ്പനി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനെ റിലേറ്റ് ചെയ്യുന്ന കുറെ ഡെഫിനിഷൻസ് ഇടയ്ക്കുണ്ട്, അതുകൊണ്ടാണ് അത് 20 ആയി മാറി. ഇതിനെല്ലാം ഒരു കഥയുണ്ട്. ഈ ബ്രാക്കറ്റിൽ ഈ ഡെഫിനിഷൻസ് വന്നതിന്റെ രീതി, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇറ്റ് ഇസ് അറേഞ്ച്ഡ് ആൽഫബറ്റിക്കലി. അപ്പൊ ഇതാണ് ഇതിന്റെ റീസൺ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോവാ, എന്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. സെക്ഷൻ 2 ക്ലോസ് 20 എന്താണ് പറയുന്നത്? കമ്പനി മീൻസ്, എന്താണ് കമ്പനി? A company incorporated under this act. ഏത് ആക്ട്? ഒന്നെങ്കിൽ 2013 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി ആവണം, ഓർ അണ്ടർ എനി അതർ പ്രീവിയസ് കമ്പനി ലോ. നേരത്തെ ഏതെങ്കിലും ആക്ട് ഉണ്ടായിരുന്നെങ്കിൽ കമ്പനീസ് ആക്ടിൽ, ആ പറയുന്ന കമ്പനീസ് ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനി ആയിരിക്കണം. സോ വാട്ട് ഇസ് കമ്പനി?
Section 2, Clause 20 defines company as, company means a company incorporated under this act or under any previous company law. ഒന്നെങ്കിൽ ഈ ആക്ടിൽ അല്ലെങ്കിൽ previous company law. Question ചോദിക്കാം, define company. അപ്പൊ എങ്ങനെ എഴുതണം? Section 2, Clause 20, company means a company incorporated under this act or under any previous company law. I hope it is clear. Clear ആണല്ലോ? ഒരു മിനിറ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയേ. What is Section 2, Clause 20? Company means a company incorporated under this act. ഒന്നെങ്കിൽ ഈ ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനി ആയിരിക്കണം, or under any previous company law. ഡിഫൈൻ കമ്പനി ചോദിച്ചാൽ എഴുതുമല്ലോ, 1 മാർക്കിനോ 2 മാർക്കിനോ MCQന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്സ് ആയിട്ട് ചോദിക്കാം. ഡിഫൈൻ കമ്പനി എന്ന് പറഞ്ഞ് ചോദിക്കാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്ത ഡെഫിനിഷനിലോട്ട് പോവാണേ. അസോസിയേറ്റ് കമ്പനി സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡിഫൈൻ അസോസിയേറ്റ് കമ്പനി. ഈ അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത് വളരെ സിമിലർ ടു സബ്സിഡിയറി ആൻഡ് ഹോൾഡിംഗ് കമ്പനിയാണ്. പക്ഷേ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനിയും അസോസിയേറ്റ് കമ്പനിയും രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് കമ്പനിയാണ്, രണ്ട് സെക്ഷൻസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും രണ്ടും സെയിം ആണെന്ന് പറയരുത്. ഓക്കെ, അസോസിയേറ്റ് കമ്പനി എന്താണ് നമുക്ക് നോക്കാം. നോക്കിക്കോ, സെക്ഷൻ 2 ക്ലോസ് 6 ആണ്. പിന്നെ ഞാൻ ഈ സെക്ഷൻസ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് സെക്ഷൻ നമ്പർ ഓർത്തിരിക്കേണ്ടത്? ഒരു നോട്ട്ബുക്ക് എടുക്കണം. നോട്ട്ബുക്ക് എടുത്തിട്ട് അതിന്റെ ബാക്ക് പേജ് എടുത്തിട്ട് പേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തേനകത്ത് പെർട്ടിക്കുലേഴ്സ് എന്ന് എഴുതുക, അല്ലെങ്കിൽ സെക്ഷൻ നമ്പർ എന്ന് എഴുതുക. എന്നിട്ട് തൊട്ടിപ്പുറത്ത് പെർട്ടിക്കുലേഴ്സ് എന്ന് എഴുതുക. ആദ്യം സെക്ഷൻ നമ്പർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സെക്ഷൻ ഹെഡിങ് കൊടുക്കുക. റൈറ്റ് സൈഡിൽ തന്നെ പെർട്ടിക്കുലേഴ്സ് എന്ന് കൊടുക്കുക. ആദ്യം നമ്മളിപ്പോൾ പഠിച്ച സെക്ഷൻ ഏതാ? സെക്ഷൻ 2 ക്ലോസ് 20 ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ സെക്ഷൻ 2 ക്ലോസ് 20 എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? കമ്പനീനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ സെക്ഷൻ 2 ക്ലോസ് 20 എന്ന് കൊടുക്കുക, അതിന്റെ തൊട്ടിപ്പുറത്ത് കമ്പനി എന്ന് എഴുതുക. ഇങ്ങനെ എഴുതി വെക്കണം. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? നമുക്ക് ഒത്തിരി സെക്ഷൻസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മറന്നു പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ബട്ട് ഇഫ് യു റൈറ്റ് ദാറ്റ് ബിഹൈൻഡ് യുവർ ആൻസർ ഷീറ്റ്, ബിഹൈൻഡ് യുവർ നോട്ട്ബുക്ക്, യു വിൽ ബി ഏബിൾ ടു റിക്കലക്ട്. പരീക്ഷയ്ക്ക് മുന്നേ ആ സെക്ഷൻസ് മാത്രം വായിച്ചു വിട്ടാൽ മതി. സെക്ഷൻ എഴുതണോ? സെക്ഷൻ എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് is expecting you to write the section number. അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോവാണ് സെക്ഷൻ 2 ക്ലോസ് 6. അതായത് 6 എങ്ങനെ വന്ന്? എ എന്ന് പറയുന്ന ആൽഫബറ്റ് ആണ്, തുടക്കത്തിലുള്ള സാധനമാണ്. അതുകൊണ്ടാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ ആണ് ഇപ്പൊ പഠിക്കുന്നത്. എന്താണ് അസോസിയേറ്റ് കമ്പനി? Associate company in relation to any other company means a company in which that other company has a significant influence, but which is not a subsidiary company of the company having such influence and includes a joint venture company. ഈ ലോയുടെ പ്രശ്നം ഇതാണ്. സ്വയമായിട്ട് നോർമൽ ആയിട്ട് വായിച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പൊ ഈ ഡെഫിനേഷൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ബട്ട് വിച്ച് ഇസ് നോട്ട് എ സബ്സിഡിയറി കമ്പനി ഓഫ് ദ കമ്പനി. അപ്പൊ സബ്സിഡിയറി കമ്പനി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അസോസിയേറ്റ് കമ്പനി എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് വാട്ട് വി വിൽ സ്റ്റഡി വാട്ട് ഇസ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി. ഓക്കെ, അതാദ്യം പഠിക്കാം. യെസ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ആണ് ഹോൾഡിംഗ് കമ്പനി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നോട്ട്ബുക്ക് എടുത്തിട്ടുള്ളവർ യു ഗോ ആൻഡ് റൈറ്റ് ദാറ്റ് സെക്ഷൻ 2 സെക്ഷൻ 2 ക്ലോസ് 45 ഹോൾഡിംഗ് കമ്പനി. സെക്ഷൻ 2 ക്ലോസ് 45 ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ബാക്ക് പേജിൽ പോയിട്ട് എഴുതി വെക്കുക എന്താണ് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനി, ഒന്നിൽ കൂടുതൽ കമ്പനിയെ അപേക്ഷിച്ച് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡിയറി കമ്പനി. ഒന്നും മനസ്സിലായില്ല, ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഒരു മിനിറ്റ്. സ്ക്രീൻ കാണാലോ അല്ലെ? You're able to see the screen, right?
കണ്ടോ, ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനി ജോൺസൺ ആൻഡ് ജോൺസൺ. കേൾക്കാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോൺസൺ ആൻഡ് ജോൺസൺ ആണ് ഹോൾഡിംഗ് കമ്പനി. ഈ ജോൺസൺ ആൻഡ് ജോൺസൺ ഹോൾഡ് ചെയ്യുന്ന ഇതിന്റെ അടിയിൽ വരുന്ന സബ്സിഡിയറി കമ്പനി എന്താണെന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ന്യൂട്രജീന എന്ന് പറയുന്ന കമ്പനി എങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ബാക്കി കമ്പനീസ് കേട്ടിട്ടില്ലെങ്കിൽ പോലും ഐ ഹോപ്പ് യു നോ ദി ന്യൂട്രജീന കമ്പനി. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറഞ്ഞ വലിയൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്ന സബ്സിഡറീസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടോ, ജാൻസൺ ഫാർമസ്യൂട്ടിക്ക, ഇത്രയും ആൾക്കാരുണ്ട്. ലൈഫ് സ്കാൻ ഉണ്ട്, എത്തിക്കോൺ ഉണ്ട്, ന്യൂട്രിജന ഉണ്ട്. ഇത്രയും കമ്പനീസിനെയാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ഹോൾഡ് ചെയ്യുന്നത്. എന്താണ് ഈ ജോൺസൺ ഹോൾഡ് പറയുന്നത് പറഞ്ഞുതരാം. ഇനി നമുക്ക് തിയറി വായിച്ചു നോക്കാം. എന്താണ് ആക്ട് പറയുന്നത്? ഹോൾഡിംഗ് കമ്പനി വായിക്കുന്നതിന് മുന്നേ സബ്സിഡിയറി വായിച്ചു നോക്കാം. സബ്സിഡിയറി കമ്പനി ഓർ സബ്സിഡിയറി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി എന്ന് പറയുന്നത് എന്താ? ഹോൾഡിംഗ് കമ്പനി. അപ്പൊ സബ്സിഡിയറി കമ്പനി ഇൻ റിലേഷൻ ടു ദ ഹോൾഡിംഗ് കമ്പനി മീൻസ് എന്താണ് ഈ സബ്സിഡിയറി കമ്പനി? താഴെ കണ്ട ജോൺസന്റെ കുറച്ച് അടിയിൽ കുറച്ച് കമ്പനീസ് കണ്ടില്ലേ? ആ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? മീൻസ് a company in which the holding company, അതായത് ജോൺസൺ ആൻഡ് ജോൺസൺ controls the composition of the board of director. എന്ന് പറഞ്ഞാൽ ജോൺസൺ ആൻഡ് ജോൺസൺ ആയിരിക്കും ആ താഴെ കാണിച്ച കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. സബ്സിഡിയറി കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി. ഈ എനി അതർ കമ്പനി എന്ന് പറയുന്നത് ഏത് കമ്പനിയാണ്? ഹോൾഡിംഗ് കമ്പനി. സബ്സിഡിയറി കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി means a company. Subsidiary company in relation to any other company. Any other company എന്ന് പറയുന്നത് holding company. Means a company in which the holding company, ഈ മോളി പറഞ്ഞ holding company, ഏത് holding company? നമ്മുടെ ജോൺസൺ ജോൺസൺ ഓർക്കുക. ജോൺസൺ ആൻഡ് ജോൺസൺ holds the composition of the board of directors. ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ നമ്പർ, അവരുടെ കോമ്പോസിഷൻ, അവരെ എന്ത് ചെയ്യണം, അവരെ എത്ര പേരുണ്ടായിരിക്കണം എന്നുള്ള കോമ്പോസിഷൻ ഹോൾഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ സബ്സിഡിയറി കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. അപ്പൊ ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മോളി പറയുന്ന ഹോൾഡിംഗ് കമ്പനി താഴെ പറയുന്ന സബ്സിഡിയറി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ ഹോൾഡ് ചെയ്യണം. പോയിന്റ് നമ്പർ 1, ഹോൾഡിംഗ് ദി കോമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെയാണ് സബ്സിഡിയറി ഹോൾഡിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്? ഹോൾഡിംഗ് കമ്പനി ഇസ് ഹോൾഡിംഗ് the composition of the board of directors of subsidiary company. Subsidiary കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ തീരുമാനിക്കുന്നത് ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് എന്നല്ല പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ, ഓർ, കണ്ടോ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? ഓർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ ഇവർ തമ്മിൽ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ പോയിന്റ് നമ്പർ 1 നമ്മൾ പഠിച്ചു. സെക്ഷൻ 2 ക്ലോസ് 87 പറയാണ് സബ്സിഡിയറി കമ്പനി മീൻസ് സബ്സിഡിയറി കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് a company in which the holding company controls the composition of board of director. ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കോമ്പോസിഷൻ അവർ കൺട്രോൾ ചെയ്യുന്നു. അത് മാത്രമാണോ? അല്ല. ഓർ exercise or control more than 1/2 of the total voting power either on its own together with one or more of its subsidiary. എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനി, അതായത് ഈ പറഞ്ഞ ജോൺസൺ ആൻഡ് ജോൺസൺ താഴെ പറയുന്ന സബ്സിഡിയറി കമ്പനിയിൽ മോർ ദൻ 1/2 എന്ന് പറഞ്ഞാൽ എന്താ? മോർ ദൻ 50%. അപ്പൊ നമ്മളാണെ 50% എന്ന് എഴുതി വെക്കും. എഴുതരുത്. ആക്ട് എങ്ങനെ എഴുതിയേക്കുന്നത്? മോർ ദൻ 1/2 ഓഫ് ദി ടോട്ടൽ വോട്ടിംഗ് പവർ. ഈ പറയുന്ന സബ്സിഡിയറി കമ്പനിയുടെ 50% കൂടുതലുള്ള വോട്ടിംഗ് പവർ ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? മോളി പറഞ്ഞേക്കുന്ന ഹോൾഡിംഗ് കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. 8 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. എങ്ങനെയാണ് ഇവർ നമ്മൾ റിലേഷൻഷിപ്പ്, ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഒന്ന്, കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കോമ്പോസിഷൻ തീരുമാനിക്കുന്നത് ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. മോളി പറഞ്ഞ ഹോൾഡിംഗ് കമ്പനി താഴെ പറഞ്ഞ സബ്സിഡിയറി കമ്പനിയിൽ മോർ ദൻ 1/2 50% കൂടുതൽ വോട്ടിംഗ് പവർ ആര് എക്സസൈസ് ചെയ്യുന്നുണ്ട്? മോളി പറഞ്ഞ ഹോൾഡിംഗ് കമ്പനി എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓർ
provided that such class or class of holding companies as may be prescribed shall not have layers of subsidiaries beyond such number as may be prescribed. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, എന്റെ കൂടെ വായിക്കണം. എങ്ങനെയാണ് ആക്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ 2 പോയിന്റ് മനസ്സിലായല്ലോ. ഈ 2 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്താൽ അതിന്റെ അർത്ഥം 2 കമ്പനികൾ തമ്മിൽ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കോമ്പോസിഷൻ തീരുമാനിക്കാൻ പറ്റണം, അല്ലെങ്കിൽ മോർ ദാൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ ഹോൾഡ് ചെയ്തിരിക്കണം. ഓർത്തിരിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണ്? കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇത് ഓർത്തിരിക്കണം. 2, മോർ ദാൻ 1/2 ഓഫ് ദി ടോട്ടൽ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കണം. ഇത് ഓർത്തിരിക്കണം. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ഫർദർ ആക്ട് പറയാം, അതോടുകൂടെ കഴിഞ്ഞില്ല. സച്ച് ക്ലാസ് ഓർ ക്ലാസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി, മോളി പറഞ്ഞ ഹോൾഡിംഗ് കമ്പനി അല്ലെ ക്ലാസ് ഒന്നിൽ കൂടുതൽ ഹോൾഡിംഗ് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഷാൽ നോട്ട് ഹാവ് ലെയേഴ്സ്, അവർക്ക് shall not have layers of subsidiaries beyond such number as may be prescribed. അതായത് ആക്ട് പറയുവാണ്, ഈ പറഞ്ഞ ജോൺസൺ ജോൺസന് ഒത്തിരി സബ്സിഡിയറീസ് ഉണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ? അവര് മെയിൻ ഒരു ഹോൾഡിംഗ് കമ്പനി, കുറെ സബ്സിഡിയറീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആക്ട് പറയും ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് ഇത്ര സബ്സിഡിയറീസേ പാടുള്ളൂ, എങ്കിൽ അത്ര സബ്സിഡിയറീസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തോണം. അതായത് 2 ലെയറേ പാടുള്ളൂ എന്ന് ആക്ട് പറയുവാണെങ്കിൽ 2 ലെയറേ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടെ പറയാം. പ്രൊവൈഡഡ് ദാറ്റ് സച്ച് ക്ലാസ് ഓർ ക്ലാസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി, നമ്മൾ കണ്ട ഒന്നെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഹോൾഡിംഗ് കമ്പനി ക്ലാസ് അല്ലെ അങ്ങനത്തെ ക്ലാസ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസിന് ഷാൽ നോട്ട് ഹാവ് ലെയേഴ്സ് ഓഫ് സബ്സിഡിയറീസ് ബിയോണ്ട് സച്ച് നമ്പർ. ലെയർ എന്ന് പറഞ്ഞാൽ എത്ര സബ്സിഡിയറി വേണം എന്ന് ആര് തീരുമാനിക്കണം, എത്ര ലെയർ വേണം എന്ന് ആരായിരിക്കും തീരുമാനിക്കുന്നത്? ആക്ട് ആയിരിക്കും തീരുമാനിക്കുക. ആക്ട് പറയുന്നതിൽ കൂടുതൽ ലെയർ ആർക്ക് കാണാൻ പാടില്ല? ഹോൾഡിംഗ് കമ്പനീസിന് കാണാൻ പാടില്ല. അതാണ് ഈ പറയുന്ന 3rd പോയിന്റ്. ഇപ്പൊ ക്വസ്റ്റ്യൻ വരാനത്ത് ഈ 3 പോയിന്റ് ഓർത്തിരിക്കണം. സബ്സിഡിയറി ഹോൾഡിംഗ് കമ്പനിയുടെ ഡെഫിനേഷൻ ചോദിച്ചാൽ യു ഹാവ് ടു റൈറ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ഹോൾഡിംഗ് കമ്പനി ആൻഡ് സെക്ഷൻ 2 സബ്സെക്ഷൻ 87 സബ്സിഡിയറി കമ്പനി. അപ്പൊ ഹോൾഡിംഗ് കമ്പനിയുടെ ഡെഫിനേഷൻ നമുക്ക് പഠിച്ചിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 87 നമുക്ക് ഓർത്തിരിക്കാം. എന്റെ കൂടെ ഒന്ന് വായിച്ചേ. ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് മറ്റൊരു കമ്പനി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ് മീൻസ് a company of which such companies are subsidiary company. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കമ്പനിയാണ്, ആ കമ്പനികൾക്ക് സബ്സിഡിയറി കമ്പനീസ് കാണും. മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡിയറി കമ്പനി. അതിന്റെ കീഴിൽ എന്തായിരിക്കും? സബ്സിഡിയറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്ത് കമ്പനി ആയിരിക്കും? പേരന്റ് കമ്പനി ആയിരിക്കും. മെയിൻ അതായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. മെയിൻ കമ്പനി ആയിരിക്കും, പേരന്റ് കമ്പനി ആയിരിക്കും. ഇതിന്റെ അടിയിലായിരിക്കും ബാക്കി ചിൽഡ്രൻ, താഴത്തെ സബ്സിഡിയറി കമ്പനീസ് വരും. അപ്പൊ ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് മനസ്സിലായല്ലോ? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ് മീൻസ് a company of which such companies are subsidiary company. ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെ എഴുതിയാൽ മതി? സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ഹോൾഡിംഗ് കമ്പനി, സെക്ഷൻ 2 സബ്സെക്ഷൻ 87 സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി കമ്പനിയുടെ ഡെഫിനിഷൻ തുടങ്ങുക. എങ്ങനെയാ നോക്കാം. സബ്സിഡിയറി കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി. എന്താണ് ഈ എനി അതർ കമ്പനി? ഹോൾഡിംഗ് കമ്പനി. മീൻസ് a company in which the holding company, 2 കാര്യങ്ങൾ ഓർക്കണം. എന്തൊക്കെ ഓർക്കണം? controls the composition of the board of directors. 2, more than 1/2 of the total voting power ആര് ഹോൾഡ് ചെയ്തിരിക്കണം? ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്തിരിക്കണം. സോ പ്ലീസ് റീഡ് വാട്ട് ഇസ് സബ്സിഡിയറി കമ്പനി. വായിച്ചു നോക്കിക്കേ. പ്ലീസ് റീഡ് വാട്ട് ഇസ് സബ്സിഡിയറി കമ്പനി.
പഠിച്ചോ? ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണല്ലോ ഇവിടെ പഠിച്ചിരുന്നത്. എന്തൊക്കെയാ പഠിച്ചത്? സെക്ഷൻ, ഇത് പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ? അസോസിയേറ്റ് കമ്പനി എന്താന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്താ പഠിച്ചേ? സെക്ഷൻ 2 സബ്സെക്ഷൻ സെക്ഷൻ 2 ക്ലോസ് 20 ആണ് ആദ്യം പഠിച്ചത്. എന്താണ് പഠിക്കുന്നത്? കമ്പനി മീൻസ് a company incorporated under this act or under any other previous company law. Section 2 clause 20 എന്താന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. Company means company incorporated under this act or under any other previous company law. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാ സെക്ഷൻ 2 ക്ലോസ് 45 45 ആണ് പഠിച്ചത്. എന്താണ്? ഹോൾഡിംഗ് കമ്പനി. അടുത്ത നമ്മൾ പഠിച്ച എന്താണ്? സെക്ഷൻ 2 ക്ലോസ് 87 87. അപ്പൊ 20 പഠിച്ചു, 45 പഠിച്ചു, 87 പഠിച്ചു. നോക്കിയേ 45 87 എന്താണെന്നൊന്നുകൂടെ. 45 ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട്, just reread it 2 to 3 times, you will get it. Holding company in relation to ആരൊക്കെ? One or more company means a company of which such companies are subsidiary company. In relation to one or more companies means a company of which such companies are subsidiary company. മനസ്സിലായല്ലോ? സെക്ഷൻ 2 ക്ലോസ് 87 എന്താ പറയുന്നത്? Subsidiary company. Subsidiary company in relation to any other company means a company in which the holding company എന്തൊക്കെ ചെയ്യണം? ഹോൾഡിംഗ് കമ്പനി രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കണ്ണടച്ച് പറഞ്ഞു നോക്കി, രണ്ട് കാര്യങ്ങൾ. കൺട്രോൾസ് കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കോമ്പോസിഷൻ തീരുമാനിക്കുന്നത് ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. ഇല്ലെങ്കിൽ കൺട്രോൾസ് 1/2 of the total voting power either on its own or together with one or more of its subsidiaries. മനസ്സിലായല്ലോ? ഒന്നെങ്കിൽ അത് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സബ്സിഡിയറി കൂട്ടി ഒരുമിച്ച് വേറൊരു സബ്സിഡിയറി കമ്പനി വോട്ടിംഗ് പവർ അവർക്ക് ഹോൾഡ് ചെയ്യാം. ഇതിനെ നമ്മൾ എന്താ പറയാ? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി എന്നാണ് പറയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻസ് നാളെ സോൾവ് ചെയ്യാൻ വേണ്ടി തരും. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അന്നേരം മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സാധനമാണ് അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനിയാണ് പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനി എന്താണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അസോസിയേറ്റ് കമ്പനിയിലോട്ട് പോകുന്നത്. അസോസിയേറ്റ് കമ്പനി എന്താന്ന് നോക്കാം. അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു, അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാകാൻ പറയാം. ഇവർ തുടങ്ങുന്നത് എങ്ങനെയാ? ഇൻ റിലേഷൻ ടു ഹോൾഡിംഗ് കമ്പനി തുടങ്ങിയപ്പോഴും ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ കമ്പനി. സബ്സിഡിയറി കമ്പനി തുടങ്ങിയപ്പോഴും ഇൻ റിലേഷൻ ടു ദി അതർ കമ്പനി. അതർ കമ്പനി എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി. അസോസിയേറ്റ് കമ്പനി തുടങ്ങിയപ്പോൾ എങ്ങനെ? ഇൻ റിലേഷൻ ടു അനദർ കമ്പനി. അപ്പൊ ഇൻ റിലേഷൻ ടു അനദർ കമ്പനി എന്നുള്ള സാധനം പെട്ടെന്ന് ഓർത്തിരുന്നാൽ ആ ഡെഫിനിഷൻ ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. എന്താണ് അസോസിയേറ്റ് കമ്പനി? എളുപ്പം ഞാനൊരു സാധനം പറഞ്ഞുതരാം. മോർ ദൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? 50% കൂടുതൽ ഒരു കമ്പനിക്ക് മറ്റേ കമ്പനീന്റെ മുകളിൽ ഒരു അധികാരം ഉണ്ടെങ്കിൽ അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വിളിക്കുന്നതിനെയാണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ 20 തൊട്ട് 50% വരെ എന്തെങ്കിലും ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനിനെ അസോസിയേറ്റ് കമ്പനി എന്നും, 50% കൂടുതൽ എന്തെങ്കിലും റൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി എന്ന് വിളിക്കും. സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കണമെങ്കിൽ യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി ആൻഡ് അസോസിയേറ്റ് കമ്പനി? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഒന്നുകൂടെ പറയാം. നമ്മൾ പഠിച്ച രണ്ട് പോയിന്റ്, എങ്ങനെയാണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി സ്ഥാപിക്കാൻ പറ്റുന്നത്? ഒന്ന്, ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കമ്പോസിഷനെ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ എ കമ്പനി ബി കമ്പനീന്റെ മുകളിൽ 50% കൂടുതൽ വോട്ടിംഗ് പവർ അവർക്ക് ഉണ്ടായിരിക്കണം. മോർ ദൻ 50% ഉണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി, എയും ബിയും തമ്മിലുള്ള ബന്ധം ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി ആണെന്ന് നമുക്ക് സ്ഥാപിക്കാം. അസോസിയേറ്റ് കമ്പനി ആണോ നമുക്ക് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റുന്നത്? മോർ ദൻ 20% ബട്ട് ലെസ് ദൻ 50%. മനസ്സിലായോ? മോർ ദൻ 20% ഹോൾഡിംഗ് ഉണ്ട്, പക്ഷെ ലെസ് ദൻ 50% ആണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിനെ അസോസിയേറ്റ് കമ്പനി എന്ന് പറയും. മോർ ദൻ 50% ആയി അവർ തമ്മിലുള്ള ബന്ധം എന്തായി മാറി? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി ആയി. അതുകൊണ്ട് ലെസ് ദൻ 50% ആയിരിക്കണം, മോർ ദൻ 20% ആയിരിക്കണം. എങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിനാണ് അസോസിയേറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നോക്കിക്കോ. Associate company in relation to another company means a company in which that
other company has a significant influence. ഈ that this എന്നൊക്കെ പറയുന്നതാണ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നത്. ഇൻ റിലേഷൻ ടു അനദർ കമ്പനി, മറ്റേ കമ്പനിക്ക് ഈ കമ്പനീന്റെ മുകളിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് കാണും. ഈ മറ്റേ കമ്പനി, ഈ കമ്പനി എന്ന് പറയുന്നതിനെ നമുക്ക് എ ആൻഡ് ബി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവുമല്ലോ. അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു അനദർ കമ്പനി, എ എന്ന് പറയുന്നത് അസോസിയേറ്റ് കമ്പനി ആയിട്ട് അസ്യൂം ചെയ്യുക. ഇപ്പൊ എയും ബിയും തമ്മിൽ എങ്ങനെയാണ് അസോസിയേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. Associate company in relation to another company means in which other company has a significant influence. B എന്ന് പറയുന്ന കമ്പനിക്ക് എന്റെ മുകളിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അവര് തമ്മിലുള്ള ബന്ധത്തിനെ എന്താ വിളിക്കുക? അസോസിയേറ്റ് കമ്പനി എന്നാ വിളിക്കുക. മനസ്സിലായല്ലോ? എ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ബി എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ബി എന്ന് പറയുന്ന കമ്പനിക്ക് എന്റെ മുകളിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ അസോസിയേറ്റ് കമ്പനി എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? നോക്കിക്കേ. ബട്ട് വിച്ച് ഇസ് നോട്ട് എ സബ്സിഡിയറി കമ്പനി. ഞാൻ പറഞ്ഞല്ലോ 20 തൊട്ട് 50 വരെ ആണെങ്കിൽ അസോസിയേറ്റും 50 തൊട്ട് മുകളിലാണെങ്കിൽ സബ്സിഡിയറി ആയിരിക്കും. അപ്പൊ എന്താണ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി റിലേഷൻഷിപ്പ് എന്നല്ല. മനസ്സിലായോ? ബട്ട് വിച്ച് ഇസ് നോട്ട് എ സബ്സിഡിയറി ഓഫ് ദ കമ്പനി, സബ്സിഡിയറി കമ്പനി ഓഫ് ദ കമ്പനി ഹാവിംഗ് സച്ച് ഇൻഫ്ലുവൻസ്. കണ്ടോ, അവര് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാനുള്ള സാധനം ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്ത് എഴുതി വെച്ചേക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ. അസോസിയേറ്റ് കമ്പനി എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 20% കൂടുതലും 50% താഴെ ആയിരിക്കണം. 50% മുകളിലായി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം എന്തായി മാറി? ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ആയിട്ട് മാറി. ഇവിടെ പറയുന്നത് എന്താണ്? അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു അനദർ കമ്പനി മീൻസ് രണ്ട് കമ്പനി തമ്മിൽ അസോസിയേറ്റ് ഉണ്ടോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇൻ വിച്ച് ദി അതർ കമ്പനി, അതർ എന്ന് പറയുന്നത് ബി കമ്പനി ഹാസ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ എ കമ്പനി. ബി കമ്പനിക്ക് എന്റെ മുകളിൽ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം. ബട്ട് ആ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്താകാൻ പാടില്ല? ബട്ട് വിച്ച് ഇസ് നോട്ട് സബ്സിഡിയറി കമ്പനി. ഇവര് തമ്മിലുള്ള സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് എന്നുള്ള ബന്ധം ആകാൻ പാടില്ല. മനസ്സിലായല്ലോ? ഹാവിംഗ് ഇൻഫ്ലുവൻസ് ഇൻക്ലൂഡിങ്, അതായത് അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ജോയിന്റ് വെഞ്ചർ എന്നർത്ഥം. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ടാറ്റ ഡോകോമോ ഓർമ്മയുണ്ടോ? മാരുതി സുസുക്കി, ഇവരൊക്കെ ജോയിന്റ് വെഞ്ചേഴ്സ് കമ്പനിയാണ്. ഇവരെ എല്ലാം നമുക്ക് എന്തായിട്ട് വിളിക്കാം? അസോസിയേറ്റ് കമ്പനി എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ? മാരുതി സുസുക്കിയോ ടാറ്റ ഡോകോമോ ഇവരെല്ലാം അസോസിയേറ്റ് കമ്പനിയാണ്. ഹോൾഡിംഗ് സബ്സിഡിയറി കണ്ടില്ലേ? ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറഞ്ഞ വലിയൊരു കമ്പനി, അതിന്റെ താഴെ കുറെ കമ്പനീസ്. അപ്പൊ ജോൺസൺ ആൻഡ് ജോൺസൺ ആ താഴെ പറയുന്ന ന്യൂട്രിജീന, ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒക്കെ എങ്ങനെയാണ് ഹോൾഡിംഗ് ആയി മാറിയത്? ഒന്നെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ആ താഴെ പറയുന്ന കമ്പനികളുടെ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കോമ്പോസിഷനെ ജോൺസൺ ആൻഡ് ജോൺസൺ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനികളിൽ വോട്ടിംഗ് പവർ ആയിരിക്കും മോർ ദാൻ 1/2 ആർക്കുണ്ടായിരിക്കും? ജോൺസൺ ആൻഡ് ജോൺസൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി എന്ന് വിളിക്കാം. മാരുതി സുസുക്കിയും ടാറ്റ ഡോകോമോയും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ തമ്മിലൊരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ആണ്. എന്ന് പറഞ്ഞാൽ 20% കൂടുതൽ ഒരു ഷെയർ ഹോൾഡിംഗ് കാണും, പക്ഷെ എത്രയിൽ താഴെ ആയിരിക്കും? 50% താഴെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആക്ട് പറയാണ് ബട്ട് വിച്ച് ഇസ് നോട്ട് എ സബ്സിഡിയറി കമ്പനി. അവർ തമ്മിൽ സബ്സിഡിയറി റിലേഷൻഷിപ്പ് വന്നാൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി അസോസിയേറ്റ് കമ്പനി എന്നൊരിക്കലും വിളിക്കാൻ പറ്റില്ല. എന്താണ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്? ഇവിടെ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു. കണ്ടോ? ഓൾറെഡി ഞാൻ പറഞ്ഞ സാധനമാണ്. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് മീൻസ് കൺട്രോൾ ഓഫ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ. മിനിമം എത്ര വോട്ടിംഗ് പവർ കണ്ടിരിക്കണം? 20% കണ്ടിരിക്കണം. ഓർ കൺട്രോൾ ഓർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ബിസിനസ് ഡിസിഷൻസ് എഗ്രിമെന്റ്. ഒന്നെങ്കിൽ വോട്ടിംഗ് പവർ കാണണം, അല്ലെങ്കിൽ ബിസിനസ് എഗ്രിമെന്റ് എന്തെങ്കിലും പാസ്സാക്കാൻ നേരത്തുള്ള പാർട്ടിസിപ്പേഷൻ കണ്ടിരിക്കണം. എത്ര ഹോൾഡിംഗ് കണ്ടിരിക്കണം? 20%. 50% വരെ ആകാവുള്ളൂ എന്ന് എങ്ങനെ മനസ്സിലായി? മോളിൽ കൊടുത്തേക്കുന്നുണ്ടോ? വിച്ച് ഇസ് നോട്ട് എ സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനിയുടെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? മോർ ദൻ 1/2. അപ്പൊ സബ്സിഡിയറി കമ്പനി എന്നുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50% മുകളിലാവുമ്പോൾ മാത്രമാണ്. ആക്ട് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി ഒക്കെ അത് പറയാണ് മോർ ദൻ 1/2. മോർ ദൻ 1/2 എന്ന് പറഞ്ഞാൽ 50% മോളി വന്നാൽ സബ്സിഡിയറി കമ്പനി എന്നായി, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ആയി. ഇവിടെ പറയാണ് അറ്റ്ലീസ്റ്റ് 20%, മിനിമം 20% കണ്ടിരിക്കണം. ആൻഡ് നോട്ട് എ സബ്സിഡിയറി. നോട്ട് എ സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ 50% വരെ. ദിസ് ഇസ് ഹൗ യു ഇന്റർപ്രറ്റ് ദി ആക്ട്. ഓവർ ദ പീരീഡ് നിങ്ങൾ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.
the difference between associate company and holding and subsidiary. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. Associate company in relation to another company means a company in which, അപ്പൊ എയും ബി ഓർക്കുക, in which that other company, ഇതാണല്ലോ other company, that other company has a significant influence over the other company and which is not a subsidiary company. Subsidiary company ആകാൻ പാടില്ല, but includes joint venture company. ടാറ്റ ഡോകോമോ ഇവരെല്ലാം ജോയിന്റ് വെഞ്ചേഴ്സാ. അപ്പം ജോയിന്റ് വെഞ്ചർ എന്നുള്ള കോൺസെപ്റ്റ് വരാം, പക്ഷെ എന്ത് ബന്ധം പാടില്ല? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി ബന്ധം പാടില്ല. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് മീൻസ് holding of at least 20% of the total voting power or control or participation of business decisions under an agreement. Clear ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? If you have any doubt, please ask regarding holding and subsidiary and associate company. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Do you have any doubt? കമ്പനി എന്നുള്ള ഡെഫിനിഷനോ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറിയോ അസോസിയേറ്റ് കമ്പനിയോ തമ്മിൽ എന്തെങ്കിലും ഡെഫിനിഷൻ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടോ? എനി വൺ ഇസ് ഹാവിംഗ് എനി ഡൗട്ട്? സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് മറ്റേ കമ്പനീന്റെ മുകളിൽ എങ്ങനെയാണ് ഹോൾഡിംഗ് സബ്സിഡിയറി സ്ഥാപിക്കുന്നതെന്നല്ലേ? ഒരു കമ്പനി, അതായത് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കമ്പനി, ഞാൻ ആ പടം കാണിക്കാം അപ്പൊ മനസ്സിലാവും. ഈ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിന്റെ മെയിൻ കമ്പനി, അതായത് പേരന്റ് കമ്പനി. ഈ പറയുന്ന കമ്പനിക്ക് താഴെ പറയുന്ന ഈ 6 കമ്പനീന്റെ മുകളില് ഐദർ കൺട്രോൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന കമ്പനീസ്, അതായത് ജാൻസൺ, നാച്ചുറൽ ന്യൂട്രിജൻ, എത്തിക്കോൺ, ഈ പറയുന്ന എല്ലാ കമ്പനീസിന്റെ ഒന്നെങ്കിൽ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ അല്ലെ കോമ്പോസിഷൻ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ജോൺസൺ ആൻഡ് ജോൺസൺ ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ വോട്ടിംഗ് പവർ ഈ ജോൺസൺ ആൻഡ് ജോൺസന് താഴെ പറഞ്ഞ ഈ 6 കമ്പനീന്റെ മുകളിലുള്ള വോട്ടിംഗ് പവർ, കമ്പനിയിലുള്ള വോട്ടിംഗ് പവർ 50% കൂടുതലായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ജോൺസൺ ആൻഡ് ജോൺസണും ഈ താഴെ പറയുന്ന കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് ആണ്. ഡെഫിനറ്റ്ലി വോട്ടിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡ് ചെയ്യാന്ന് തന്നെയാണ്. ഷെയർ ഹോൾഡ് ചെയ്യാം. ജോൺ ക്ലിയർ ആണോ കോൺസെപ്റ്റ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി? അതുപോലെ ശ്രീരാഗിന് മനസ്സിലായോ? ശ്രീരാഗിനും ക്ലിയർ ആണോ? സബ്സിഡിയറി കമ്പനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. എന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു ഹോൾഡിംഗ് കമ്പനിയിലോ? സബ്സിഡിയറി കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനി അല്ലേ? സെക്ഷൻ 19 പഠിക്കുമ്പോൾ ശ്രീരാഗ് ഇപ്പൊ പറഞ്ഞ സാധനം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. നാളത്തെ ഇതിൽ നമ്മളത് പഠിക്കും. ഓക്കെ, ശരി. അപ്പൊ അസോസിയേറ്റ് കമ്പനി എന്താന്ന് മനസ്സിലായി. അസോസിയേറ്റ് കമ്പനി എന്താണ്? അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് ദി അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എങ്ങനെ ആകാൻ പാടില്ല? സബ്സിഡിയറി റിലേഷൻഷിപ്പ് ആകാൻ പാടില്ല. ആൻഡ് ഇൻക്ലൂഡ്സ് എ ജോയിന്റ് വെഞ്ചർ കമ്പനി. വാട്ട് ഡു യു മീൻ ബൈ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്? സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് മീൻസ് control of at least 20% of the total voting power or control or participation in the business decision agreement. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കീവേഡ് ഓർത്തിരിക്കാൻ, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? 20% of the total voting power or control of or participation in the business decisions under an agreement ഉണ്ടായിരിക്കണം. ഇതാണ് ഓർത്തിരിക്കേണ്ട കീവേഡ്. എന്താണ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്? മോർ ദൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ. അപ് ടു എവിടം വരെ ആകാം? 50% വരെ ആകാം. ബട്ട് വിച്ച് ഇസ് നോട്ട് എ സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനി ആവാൻ പാടില്ല. അടുത്തത്
ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ ചോദിക്കാൻ നമുക്ക് അറിയില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അടുത്ത നമ്മൾ പഠിക്കുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നമ്മൾ ഓൾറെഡി പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു സാധനമാണ്. 12th സ്റ്റാൻഡേർഡ്, ഫൗണ്ടേഷൻ, CPTയിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ വരാൻ ഓരോ സെക്ഷൻസും ഉണ്ട് അല്ലെ. എന്താണ് ആ സെക്ഷൻ ഈ പറയുന്ന കമ്പനിയെ പറ്റി പറയുന്നത് നമ്മൾ ചോദിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യൂഷ്വലി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. എന്താണ് ഡിഫറൻസ് നമ്മൾ പഠിക്കും, എന്താണ് ഡെഫിനിഷൻ എന്ന് ഇപ്പൊ നമ്മൾ പഠിക്കും. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? സെക്ഷൻ 2 ക്ലോസ് 20 നമ്മൾ പഠിച്ചു. സെക്ഷൻ 2 ക്ലോസ് 45 ഹോൾഡിംഗ് കമ്പനി പഠിച്ചു. സെക്ഷൻ 2 ക്ലോസ് 87 ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി എന്താ നമ്മൾ പഠിച്ചു. ഹോൾഡിംഗ് കമ്പനി 45ഉം 87 സബ്സിഡിയറി കമ്പനിയും അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ 2 ക്ലോസ് 21 തൊട്ട് താഴെ ഓർത്തിരിക്കാൻ 22, 21ഉം 22ഉം. 21 പറയുന്നത് ഗ്യാരണ്ടിയും 22 പറയുന്നത് ഷെയർസും ആണ്. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി? Company limited by guarantee means a company having a liability of its members limited by the memorandum to such amount as the members may respectively undertake to contribute to the assets of the company in the event of wound up, in the time of winding up. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇതിനകത്ത് കുറച്ച് ടെക്നിക്കൽ സാധനങ്ങൾ വന്നു. മെമ്മോറാൻഡം, റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതൊക്കെ എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്പനിക്ക് മെയിൻ ആയിട്ട് 2 ഡോക്യുമെന്റ്സ് ഉണ്ട്. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനകത്താണ് ഒരു കമ്പനിയുടെ പേര്, ആ കമ്പനി എന്തിനാണ് തുടങ്ങിയത്, ഒബ്ജക്ട് ക്ലോസ്, ആ കമ്പനിയുടെ ലയബിലിറ്റി, ലിമിറ്റഡ് കമ്പനിയാണോ, അൺലിമിറ്റഡ് കമ്പനിയാണോ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ വായിക്കുമ്പോഴാണ്. ലയബിലിറ്റി ക്ലോസ്, പിന്നെ ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, സിറ്റുവേഷൻ ക്ലോസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. അപ്പൊ എന്തൊക്കെ അറിയാൻ പറ്റും മെമ്മോറാൻഡം നോക്കാനത്ത്? മെമ്മോറാൻഡം ആണ് മെയിൻ ഡോക്യുമെന്റ്. മെമ്മോറാൻഡം നോക്കുമ്പോഴാണ് ഒരു കമ്പനിയുടെ നെയിം, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റ്, ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ്, ഒരു കമ്പനിയുടെ ലയബിലിറ്റി, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ, ഇതൊക്കെ അറിയാൻ പറ്റുന്നത് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിക്കാൻ നേരത്ത് പറയും ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ്. ഇഫ് ആർട്ടിക്കിൾസ് പ്രിസ്ക്രൈബ് സോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾസ് പ്രിസ്ക്രൈബ് സോ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസിൽ കമ്പനി തുടങ്ങിയ സമയത്ത് എഴുതി ചേർക്കപ്പെട്ടിരിക്കണം, എങ്കിൽ മാത്രമേ കമ്പനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ആസ് ദ ആർട്ടിക്കിൾ മേ പ്രിസ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കുറെ സാധനങ്ങൾ കാണും. അപ്പൊ യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. ഈ പറയുന്ന പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്ന ഡെഫിനിഷൻസ് മാത്രമാണ്. കാരണം ഇത് അറിഞ്ഞാൽ മാത്രമേ മെയിൻ ടോപ്പിക്കുകളോട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ ഓരോ പെർട്ടിക്കുലർ ഐറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ടൈപ്സ് ഓഫ് കമ്പനീസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. അപ്പൊ എന്താണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? ഒരു കമ്പനി അതിന്റെ മെമ്പേഴ്സിനെ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ എഴുതി വെച്ചേക്കുക. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ ഏത് ക്ലോസിലായിരിക്കും എഴുതി വെക്കുക? ലയബിലിറ്റി ക്ലോസിൽ എഴുതി വെച്ചേക്കുവാണ് ഒരു മെമ്പറിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് to the amount stated in the memorandum of association. Memorandum of kando means a company having liability of its members limited by the memorandum to such amount as the members may respectively undertake to contribute towards the assets of the company. എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുവാണ്, വൈൻഡിങ് അപ്പിലോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ഇത്ര എമൗണ്ട് അസറ്റ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാം എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? മെമ്മോറാൻഡത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ ദ മെമ്മോറാൻഡം. മെമ്മോറാൻഡത്തിൽ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി
എന്ന് പറയുന്നു അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. ആര് ചെയ്താൽ മതി? മെമ്പേഴ്സ് ചെയ്താൽ മതി. അങ്ങനത്തെ കമ്പനീസിനെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി മീൻസ് എ കമ്പനി ഹാവിംഗ് ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാൻഡം. മെമ്മോറാൻഡം ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ടു സച്ച് എമൗണ്ട്. എത്ര എമൗണ്ടിലാണ് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? ആസ് ദ മെമ്പേഴ്സ് ടേക്കപ്പ് ചെയ്യുന്നു, റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. അവർ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് എവിടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്? മെമ്മോറാൻഡത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഷിജിൻ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണം, സിജു എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? മെമ്മോറാൻഡത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സ്റ്റേറ്റ് ചെയ്തിട്ട് ഒരു ലയബിലിറ്റി കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരെന്താണ്? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. വായിച്ചു നോക്കിയേ, വാട്ട് ഡു യു മീൻ ബൈ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി? 1 മാർക്കിന് ചോദിക്കും. അതുപോലെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്? ഇതും ചോദിക്കും. നോക്കിക്കേ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. Company limited by guarantee means a company having a liability of its members limited by the memorandum. അപ്പോൾ liability of the members എന്തായിരിക്കണം? Limited by the memorandum. Liability of its members limited by the memorandum to such amount as the members may respectively undertake to contribute towards the assets of the company in the event of its winding up. Difference ഞാൻ പറഞ്ഞു തരാവേ. മെമ്മോറാൻഡത്തിൽ പറഞ്ഞ എമൗണ്ട് പ്രകാരം മാത്രം അസറ്റ്സ് ഓഫ് ദ കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആസ് അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. വൂണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോവുക, വൈൻഡ് അപ്പ് ആയി പോവുക. എന്താണ് അതിന്റെ ഡിഫറൻസ്? ലിമിറ്റഡ് ബൈ ഷെയർസ് വായിച്ചാൽ മാത്രം മനസ്സിലാവുള്ളേ. എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്? നോക്കാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മീൻസ് എ കമ്പനി having the liability of its members limited by the memorandum. അപ്പൊ ഇവിടെയും limited by the memorandum. അപ്പൊ എത്ര എമൗണ്ട് ആയിരിക്കണം? To the amount if any unpaid on the shares respectively held by them. എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലല്ലോ. എളുപ്പം എന്ന് പറഞ്ഞുതരാം. 10 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഷെയർ ആണ്. ഞാൻ 8 റുപ്പീസേ കൊടുത്തിട്ടുള്ളൂ. 10 രൂപ ഫേസ് വാല്യൂ ഉണ്ട്, 8 രൂപയെ കൊടുത്തിട്ടുള്ളൂ, 2 രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് 2 രൂപയാണ്. മനസ്സിലായോ? if any unpaid on the shares respectively held by them. അപ്പം എത്രയാണ് എന്റെ ലയബിലിറ്റി വരിക? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറഞ്ഞാൽ 10 രൂപ വിലയുള്ള ഷെയറിൽ 8 രൂപയെ ഞാൻ അടച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലയബിലിറ്റി വിൽ ബി ഓൺ ദ അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദ ഷെയർ. ബാക്കി 2 രൂപ മാത്രമേ എന്റെ ലയബിലിറ്റി ആയിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും ഒന്നുകൂടെ വായിച്ചു നോക്കുക. വാട്ട് യു മീൻ ബൈ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്? അല്ലെ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 60 രൂപ അടച്ചു, 40 രൂപ അടച്ചിട്ടില്ല എങ്കിൽ ആ 40 റുപ്പീസ് ആണ് എന്റെ ലയബിലിറ്റി. 40 റുപ്പീസ്, ദാറ്റ് ഇസ് ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ shares. I hope company limited by shares is also clear. നോക്കിക്കേ, what is section 2 clause 21? Means a company having liability of its members limited by the memorandum to such amount as the members may respectively undertake to contribute towards the assets of the company at the time of winding up. Winding up ന്റെ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറയുന്ന പെർട്ടിക്കുലർ എമൗണ്ട് മെമ്മോറാൻഡത്തിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ സ്റ്റേറ്റ് ചെയ്ത് അസറ്റ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ കമ്പനിയുടെ പേരാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഇത്ര ഷെയർ ഞാൻ മേടിച്ചു, ഇത്ര എമൗണ്ടേ ഞാൻ അടച്ചിട്ടുള്ളൂ, ബാക്കി എന്തെങ്കിലും എമൗണ്ട് ബാക്കിയുണ്ട് അടയ്ക്കാൻ എന്നുണ്ടെങ്കിൽ ആ അൺപെയ്ഡ് പോർഷൻ ആണ് എന്റെ ലയബിലിറ്റി. ആ അങ്ങനത്തെ കമ്പനിയുടെ പേരാണ് company limited by shares. Means a company having the liability of its members limited by the memorandum to such amount if any unpaid on the shares respectively held by them. Unpaid on shares. നോക്കിക്കേ, വായിച്ചു നോക്കി. I'll give you 1 minute. രണ്ടും പഠിക്കാൻ. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വായിച്ചു നോക്കൂ.
ക്ലിയർ ആണല്ലോ അല്ലെ? നമുക്ക് ആദ്യം തൊട്ടൊന്ന് റിവൈസ് ചെയ്താലോ? ആദ്യം നമ്മൾ പഠിച്ചു സെക്ഷൻ 2 ക്ലോസ് 20. വാട്ട് ഡു യു മീൻ ബൈ കമ്പനി? Company means a company incorporated under this act or under any previous company law. ഒന്നെങ്കിൽ ഈ ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ any other previous company law. അടുത്ത നമ്മൾ പഠിച്ചത് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി ആണ്. 46 ആണ്, ഒരാളിനെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. 45 അല്ല 46 ആണ്, ഞാൻ 46 ആണെന്നാണ് ഓർത്തത്. ഐ എം സോറി. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറിക്കകത്ത് സെക്ഷൻ 2 ക്ലോസ് 46 ആണ് ഹോൾഡിംഗ് കമ്പനി, ക്ലോസ് 87 ആണ് സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് എന്ന് പറയുന്നത് 2 ക്ലോസ് 46 ആണ്, ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്, ഐ എം സോറി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ കമ്പനി, ഒന്നിൽ കൂടുതലുള്ള കമ്പനിയിലെ ഹോൾഡിംഗ് കമ്പനി റിലേഷൻഷിപ്പ് എങ്ങനെ പറയുന്നത്? മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡറി കമ്പനി. താഴെ പറയുന്ന കമ്പനീസ് സബ്സിഡറി കമ്പനീസ് ആയിരിക്കും. ഓക്കെ. സെക്ഷൻ 2 ക്ലോസ് 87 എന്താ പറയുന്നത്? സബ്സിഡിയറി കമ്പനി ഓർ സബ്സിഡിയറി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് ഓ ഹോൾഡിംഗ് കമ്പനി. രണ്ട് കീവേഡുകൾ എന്തൊക്കെ? ഹോൾഡിംഗ് കമ്പനി എന്തൊക്കെ ചെയ്തിരിക്കണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്പോസിഷനെ ഹോൾഡ് ചെയ്തിരിക്കണം, കൺട്രോൾസ് ദി കോമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓർ എന്ത് ചെയ്തിരിക്കണം? controls more than 1/2 of the total voting power either on its own, ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ together with, ഒന്നിൽ കൂടുതൽ സബ്സിഡറി ഒരുമിച്ച് വെച്ചിട്ട് അവർക്ക് ഹോൾഡ് ചെയ്യാം. together with one or more subsidiaries ഹോൾഡ് ചെയ്തിരിക്കണം. provided that ആക്ട് എന്താ പറയുന്ന? ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര ലെയേഴ്സ് വേണം എന്ന് ആര് പറയും? ആക്ട് പറയും. അത്രയും ലെയേഴ്സ് ഹോൾഡിംഗ് കമ്പനിക്ക് പാടുള്ളൂ. പിന്നെ നമ്മൾ സെക്ഷൻ 19 പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിക്ക് മനസ്സിലാവും. അപ്പൊ ഹോൾഡിംഗ് കമ്പനി സെക്ഷൻ 2 ക്ലോസ് 46, സെക്ഷൻ 2 ക്ലോസ് 87 ആണ് സബ്സിഡിയറി കമ്പനി. പിന്നെ നമ്മൾ സെക്ഷൻ 2 ക്ലോസ് 20 പഠിച്ചു, ഡെഫിനിഷൻ ഓഫ് എ കമ്പനി. അടുത്ത നമ്മൾ പഠിച്ചത് അസോസിയേറ്റ് കമ്പനി, സെക്ഷൻ 2 ക്ലോസ് 6. അത് നമ്മൾ കീ വേർഡ് വെച്ചൊന്ന് പറയാമോ നോക്കിയേ? സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം. അതായത് അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് ദി അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓവർ ദിസ് കമ്പനി ബട്ട് നോട്ട് എ സബ്സിഡിയറി കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് എ ജോയിന്റ് വെഞ്ചർ കമ്പനി. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. അസോസിയേറ്റ് കമ്പനി in relation to any other company means the other company holds significant influence over this company but not a subsidiary company and includes a joint venture company. Significant influence vananda? Significant influence means the other company has at least 20% of the total voting power. 20% കണ്ടിരിക്കണം. not a subsidiary. അപ്പൊ എവിടെ എത്ര വരെ ആകാം? 50% വരെ ആകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അസോസിയേറ്റ് കമ്പനി. അടുത്ത നമ്മൾ പഠിച്ച എന്താണ്? ഗ്യാരണ്ടി. അതായത് ഗ്യാരണ്ടി കമ്പനി എന്താണ്? അതല്ല കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്താണ്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്താണ്? നോക്കിക്കേ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്താണ്? കമ്പനി ലിമിറ്റഡ് ബൈ എ ഗ്യാരണ്ടി മീൻസ് എ കമ്പനി ഹാവിംഗ് ദ ലൈബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാൻഡം ടു സച്ച് എമൗണ്ട് ദാറ്റ് the members may respectively contribute. Members contribute ചെയ്തോളും towards the assets of the company at the time of winding up. winding up ന്റെ സമയത്ത് അവർ assets of the company ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തോളും. അങ്ങനെ ഒരു എമൗണ്ട് അവർ എവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കും? മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ സ്റ്റിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് 22 പറയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ 100 രൂപ ഫേസ് വാല്യൂ ഉണ്ട്, 60 രൂപയെ ഞാൻ അടച്ചിട്ടുള്ളൂ, 40 രൂപ അൺപെയ്ഡ് ആയിട്ട് കിടക്കുവാണെങ്കിൽ ആ അൺപെയ്ഡ് എമൗണ്ട് ആണ് എന്റെ ലൈബിലിറ്റി. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മീൻസ് എ കമ്പനി ഹാവിംഗ് ദ ലൈബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാൻഡം ടു സച്ച് എമൗണ്ട് വിച്ച് ഇസ് അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് ഹെൽഡ് ബൈ ദം. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും. ഒന്ന് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിക്കകത്ത് അവര് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ലാസ്റ്റ് സെന്റൻസ് കണ്ടോ? they undertake to contribute towards the assets of the company in the event of winding up. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്ന കമ്പനിയില് അവരുടെ ലൈബിലിറ്റി എപ്പോഴാണ് വരുന്നത്? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമേ വരുള്ളൂ. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈബിലിറ്റി എപ്പോ വരും? നമ്മൾ കേട്ടില്ലേ, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് ആൻഡ് ഫൈനൽ കോൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറയുന്ന പോലെ അവര് വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ
കമ്പനിയുടെ എക്സിസ്റ്റൻസിൽ തന്നെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ചോദിക്കും. പക്ഷെ ഗ്യാരണ്ടി ആണെങ്കിൽ എപ്പോൾ മാത്രമേ ലയബിലിറ്റി വരത്തുള്ളൂ? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമേ ലയബിലിറ്റി വരത്തുള്ളൂ. അപ്പൊ ഡിഫറൻസ് ചോദിച്ചാൽ ഗ്യാരണ്ടി കമ്പനിക്കകത്ത് ലയബിലിറ്റി ഇസ് അറ്റ് ദ ടൈം ഓഫ് ദ വൈൻഡിങ് അപ്പ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ ഐദർ അറ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്പനി ഓർ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഒന്നെങ്കിൽ സെക്കൻഡ് കോൾ വിളിച്ച് നമ്മളോട് കാശ് ചോദിക്കാം, തേർഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞ് നമ്മളോട് വിളിച്ച് നമ്മുടെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ വേണ്ടി പറയാം. ഇല്ലെങ്കിൽ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് നമ്മളോട് പറയാം അടച്ചു തീർക്കാനുള്ളത് അടച്ചു തീർക്കാൻ വേണ്ടി പറയാം. അപ്പൊ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിനും ഡിഫറൻസ് എന്താ? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയുടെ ലയബിലിറ്റി വിൽ ബി only at the time of winding up. Company limited by shares in there, it will be either at the time of existence of the company or at the winding up of the company. Appo section 2 clause 21 clause 22 എത്രണ്ണം പഠിച്ചു? section 2 clause 20 പഠിച്ചു, section 2 clause 46 പഠിച്ചു, section 2 clause 87 പഠിച്ചു, section 2 clause 21 പഠിച്ചു, section 2 clause 22 പഠിച്ചു. അപ്പം കമ്പനി പഠിച്ചു, ഹോൾഡിംഗ് കമ്പനി പഠിച്ചു, സബ്സിഡിയറി കമ്പനി പഠിച്ചു, അസോസിയേറ്റ് കമ്പനി പഠിച്ചു, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പഠിച്ചു, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് പഠിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് 6 ഡെഫിനിഷൻസോളം പഠിച്ചു. ഐ ഹോപ്പ് യു റിമെമ്പർ ഓൾ ദി സെക്ഷൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ വരെ പഠിപ്പിച്ചാൽ? ഡു യു ഹാവ് എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട്? യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് എനി ഓഫ് ദി ടോപ്പിക്സ് വി സ്റ്റഡി ടുഡേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. അക്കൗണ്ടൻസിയിലും നമ്മൾ കാണുന്ന സാധനമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്. അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് സെക്ഷൻ 2 ക്ലോസ് 40 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു എ കമ്പനി ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. എന്റെ കുറച്ച് ഫോമാറ്റിംഗ് മാറിക്കിടക്കാണ്, അതാണ് ആ കൊടുത്തേക്കുന്ന ഡിഫറൻസ്. ഓക്കെ, അത് കറക്റ്റ് ചെയ്യാം. എന്തൊക്കെ കാണും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ബാലൻസ് ഷീറ്റ് കാണും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണും, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് കാണും, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണും. അപ്പം എന്തൊക്കെ കാണും? 5 കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കണ്ടിരിക്കണം. എന്തൊക്കെ കണ്ടിരിക്കണം? ബാലൻസ് ഷീറ്റ് കണ്ടിരിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടിരിക്കണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കണ്ടിരിക്കണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കണ്ടിരിക്കണം, എക്സ്പ്ലനേറ്ററി നോട്ട് കണ്ടിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിക്കളക്ട് ചെയ്യുക. ടേക്ക് 1 മിനിറ്റ്, റീഡ് വാട്ട് ഇസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തൊക്കെ കണ്ടിരിക്കണം. കണ്ടോ, ഇൻ റിലേഷൻ ടു എ കമ്പനി. അപ്പം ഡെഫിനിഷൻ വരാൻ നേരത്തെ ഇൻ റിലേഷൻ ടു അതർ കമ്പനി, ഇൻ റിലേഷൻ ടു ദിസ് കമ്പനി എന്നുള്ള ആ ഒരു ടെക്നിക്കാലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. യു വിൽ ഇംപ്രൂവ് യുവർ ലോ ലാംഗ്വേജ്. വായിച്ചു നോക്കിയാൽ എന്തൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് വരണം എന്ന്.
ക്ലിയർ ആണല്ലോ? തെറ്റിക്കോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു അറ്റംപ്റ്റിൽ വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിഫൈൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാണും? ബാലൻസ് ഷീറ്റ് കാണും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണും, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കാണും, എക്സ്പ്ലനേറ്ററി നോട്ട് കാണും. എവിടാണ് 1 മാർക്ക് ചോദിക്കാൻ പറ്റുന്നത് നോക്കണം. എവിടെ 1 മാർക്ക്? നമ്മൾ ഇത്രയും പഠിച്ചിട്ട് പോകും. അപ്പൊ എവിടെ ആയിരിക്കും 1 മാർക്ക് വരിക? Provided that financial statement with respect to one person company, small company, dormant company may not include cash flow statement. ഇതാരും വായിച്ചിട്ട് പോവില്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. കണ്ടോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് I hope you can see financial statement അകത്ത് കണ്ടോ? Provided that financial statement with respect to ആർക്കൊക്കെ വേണ്ട? 1 person കമ്പനിക്കും സ്മോൾ കമ്പനിക്കും ഡോമൻ കമ്പനിക്കും എന്ത് കാണണം എന്നില്ല. മേ നോട്ട് ഇൻക്ലൂഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 3 കമ്പനിക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണണം എന്ന് നിർബന്ധമില്ല. 1 മാർക്കിന് ചോദിക്കാം. റൈറ്റ് സംവെയർ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ MCQ എന്ന് പറഞ്ഞ് എഴുതി വെച്ചോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒ പി സിക്കോ സ്മോൾ കമ്പനിക്കോ ഡോമൻ കമ്പനിക്കോ എന്ത് കാണണം എന്ന് നിർബന്ധമില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം തൊട്ട് റിവൈസ് ചെയ്തേ. കുറെ ഡെഫിനിഷൻസ് പഠിച്ചു. എന്തിനാ ഡെഫിനിഷൻസ് ഓർത്തിരിക്കുന്നത്? കാരണം ഡിഫൈൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ എഴുതാൻ ശ്രമിക്കും. നമ്മൾ 2-3 തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡെഫിനിഷൻസ് റിക്കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിനിഷൻസ് നോക്കിയേ. സെക്ഷൻ 2 ക്ലോസ് 20. കമ്പനി മീൻസ് a company incorporated under this act or under any other previous company law. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചേ? സെക്ഷൻ 2 ക്ലോസ് 46 എന്താണ്? ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു one or more company means a company of which such companies are subsidiary company. അടുത്തത് സെക്ഷൻ 2 ക്ലോസ് 87. എന്താണ് ക്ലോസ് 87 പറയുന്നത്? സബ്സിഡിയറി കമ്പനി ഓർ സബ്സിഡിയറി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് means a holding company രണ്ട് കാര്യങ്ങൾ കാണും. controls the composition of the board of directors or controls more than 1/2 of the total voting power either on its own or together with one or more subsidiaries. മനസ്സിലായല്ലോ? 50%, അതാണ് 1/2. പിന്നെ ആക്ട് പറയാണ് ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര ലെയർ ഓഫ് സബ്സിഡിയറി വേണം എന്ന് ആര് തീരുമാനിക്കും? ആക്ട് തീരുമാനിക്കും. അടുത്ത നമ്മൾ പഠിച്ചു സെക്ഷൻ 2 ക്ലോസ് 87 ആയിരുന്നു. അടുത്ത നമ്മൾ പഠിച്ചു സെക്ഷൻ 2 ക്ലോസ് 6 അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു അനദർ കമ്പനി മീൻസ് ദ അതർ കമ്പനി ഹാസ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓവർ ദിസ് കമ്പനി ബട്ട് നോട്ട് എ സബ്സിഡിയറി കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് എ ജോയിന്റ് വെഞ്ചർ കമ്പനി. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി ഓർക്കാം, ടാറ്റ ഡോകോമോ ഓർക്കാം, എന്ത് വേണേലും ഇതിനകത്ത് ഓർക്കാം. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ എത്ര കണ്ടിരിക്കണം? അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കണം. ബട്ട് നോട്ട് എ സബ്സിഡി. അപ്പൊ 20 to 50 above 50 ആകാൻ പാടുണ്ടോ? പാടില്ല. കാരണം ആക്ട് പറയാണ് സബ്സിഡറി കമ്പനി ആവാൻ പാടില്ല. അടുത്ത നമ്മൾ പഠിച്ചു സെക്ഷൻ 2 ക്ലോസ് 21 പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചേ? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മോറാൻഡത്തിനകത്ത് സ്റ്റേറ്റ് ചെയ്തിരിക്കണം എന്തുമാത്രം എമൗണ്ട് ആണ് അവർ അസറ്റ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. അതുപോലെ സെക്ഷൻ 2 ക്ലോസ് 22 കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്താ പറയുന്നത്? മെമ്മോറാൻഡത്തിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദ ഷെയർസ്. എത്ര എമൗണ്ട് ആണ് അൺപെയ്ഡ് ആയിട്ടുള്ളത് അതായിരിക്കും അവരുടെ ലയബിലിറ്റി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പഠിച്ചു. 2 ക്ലോസ് 40 അതിനകത്ത് എന്തൊക്കെ കാണും? ബാലൻസ് ഷീറ്റ് കാണും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണും, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കാണും, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കാണും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണണ്ടാത്ത കമ്പനീസ് ഏതൊക്കെയാ? 1 person കമ്പനിക്ക് വേണ്ട, സ്മോൾ കമ്പനിക്ക് വേണ്ട, ഡോർമന്റ് കമ്പനിക്ക് വേണ്ട. MCQ ആയിട്ട് ചോദിക്കാം. കഴിഞ്ഞോ? Exemption കണ്ടോ? For private company the proviso to section 2 clause 40 shall be read as follows: provided that financial statement with respect to one person, small company, dormant company and private company. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞു 1 person വേണ്ട, സ്മോളിന് വേണ്ട, ഡോർമെന്റിന് വേണ്ട, പിന്നെ
എക്സംഷൻ പറയുന്നുണ്ടോ പ്രൈവറ്റ് കമ്പനിക്ക്? ആൻഡ് പ്രൈവറ്റ് കമ്പനി ഇഫ് സച്ച് പ്രൈവറ്റ് കമ്പനി ഇസ് എ സ്റ്റാർട്ടപ്പ് കമ്പനി. അതായത് ആർക്കൊക്കെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ട? സ്മോൾ കമ്പനിക്ക് വേണ്ട, 1% കമ്പനിക്ക് വേണ്ട, ഡോമൻ കമ്പനിക്ക് വേണ്ട. ഇത് കൂടാതെ പ്രൈവറ്റ് കമ്പനിക്കും വേണ്ട, പ്രൊവൈഡഡ് ദാറ്റ് പ്രൈവറ്റ് കമ്പനി ഇസ് എ സ്റ്റാർട്ടപ്പ് കമ്പനി. സ്റ്റാർട്ടപ്പ് കമ്പനി ആണ് ആ പ്രൈവറ്റ് കമ്പനി എന്നുണ്ടെങ്കിൽ അവർക്കും എന്തിന്റെ ആവശ്യമില്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആവശ്യം ഇല്ല. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാൻ ഇത്രയും സമയം തന്നതിന്റെ കാര്യം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കും, വൺ വേർഡ് ആയിട്ട് ചോദിക്കും. അല്ലെ വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഡിഫൈൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഡിഫൈൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ വരും. പെട്ടെന്ന് ഓർക്കണം, സെക്ഷൻ 2 ക്ലോസ് 40 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്: ദ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, എക്സ്പ്ലനേറ്ററി നോട്ട്. However, 1% company, small company, dormant company, and private company, if the private company is a startup company, does not require അല്ലെങ്കിൽ ഡു നോട്ട് റിക്വയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ വരെ റിക്കളക്ട് ചെയ്യുക, സെക്ഷൻ മാത്രം ഓർക്കുക. നമ്മൾ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ സെക്ഷൻ മാത്രം ഓർക്കുക. ആദ്യം പഠിച്ച സെക്ഷൻ ഏതാ? സെക്ഷൻ നമ്പർ എഴുതണം. ഒരു ദിവസം നമ്മൾ 10 സെക്ഷൻ വെച്ചാണ് പഠിക്കുന്നത്. 10 സെക്ഷൻ എന്ന് പറയുമ്പോൾ 10 സെക്ഷൻ ഓർത്തിരിക്കണം. സെക്ഷൻ 2 ക്ലോസ് 20 ആണ് അതും പഠിച്ചത്, ഡെഫിനിഷൻ ഓഫ് എ കമ്പനി. സെക്ഷൻ 2 ക്ലോസ് 45 ആണ് പഠിച്ചത്, ഹോൾഡിംഗ് കമ്പനി. സെക്ഷൻ 2 ക്ലോസ് 87 ആണ് പഠിച്ചത്, സബ്സിഡിയറി കമ്പനി. സെക്ഷൻ 2 ക്ലോസ് 21 പഠിച്ചു, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. സെക്ഷൻ 2 ക്ലോസ് 22 കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇപ്പൊ പഠിച്ചു സെക്ഷൻ 2 ക്ലോസ് 40 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യു ക്യാൻ റൈറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് എനി ഓഫ് ദ ഡെഫിനിഷൻസ് that we studied right now? ഒരു മിനിറ്റ്. സ്റ്റാർട്ടപ്പ് കമ്പനി എന്താ നമ്മൾ പഠിക്കും ഇർഷാദ്, നമ്മൾ പഠിക്കും. ആ പറയുന്ന പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ടപ്പ് കമ്പനി ആകാൻ പാടില്ല. സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ എന്താണ് നമ്മൾ പഠിക്കും. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാർട്ടപ്പ് കമ്പനി നമ്മൾ പഠിക്കും. ഇല്ല, പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഐ ഹോപ്പ് ശ്രീരാഗ് ആൻഡ് ഇർഷാദ് ഇറ്റ്സ് ക്ലിയർ. എന്താണെന്ന് പറയും സ്റ്റാർട്ടപ്പ് കമ്പനി. ആ ഡെഫിനിഷനിലോട്ട് വരാനായിട്ട് ശ്രീരാഗ്. യെസ്, ഓക്കെ. വി ആർ ഗോയിങ് വിത്ത് ഫർദർ ഡെഫിനിഷൻസ്. അടുത്തത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റീഡ് ബിഫോർ എക്സാം എഴുതണം. സ്മോൾ കമ്പനി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റീഡ് ബിഫോർ എക്സാം എഴുതണം. സ്മോൾ കമ്പനി, സെക്ഷൻ 2 ക്ലോസ് 85 എഴുതി വെച്ചോ. സ്മോൾ കമ്പനി, സ്മോൾ കമ്പനി. ഓക്കെ, നോക്കാം എന്താണ് സ്മോൾ കമ്പനി എന്ന്. സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. അപ്പൊ എന്താണ്? പബ്ലിക് കമ്പനി അല്ല സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയാണ്, സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി അല്ല, പക്ഷെ സ്മോൾ കമ്പനി എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷെ സാധാരണ പ്രൈവറ്റ് കമ്പനി ആണോ? അല്ല. ഇതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ചെയ്ത്, അല്ലെ ഈ കണ്ടീഷൻസിന്റെ അകത്ത് വരുന്ന പെർട്ടിക്കുലർ കമ്പനീസിനെയാണ് നമ്മൾ സ്മോൾ കമ്പനി എന്ന് വിളിക്കുക. സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ഡിഫൈൻ സ്മോൾ കമ്പനി, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നോക്കിക്കേ, paid up share capital of the company does not exceed 50 lakh or such higher amount as may be prescribed which shall not be more than 10 crore. എന്നെന്താന്ന് ചോദിച്ചാല് ആദ്യം നമുക്ക് ഈ നമ്പേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഈ പറയുന്ന സ്മോൾ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയിൽ കൂടാൻ പാടില്ല? 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല, 50 ലാഖിൽ കൂടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടൊരു സെന്റൻസ് കണ്ടോ, ഓർ
such higher amount as may be prescribed. ഇല്ലെങ്കിൽ ആക്ട് പറയുന്നതിനെ ആ ഒരു എമൗണ്ടിനേക്കാളും കൂടാൻ പാടില്ല. എന്താണ് ആ such other as may be prescribed എന്ന് പറയുന്ന എമൗണ്ട്? which shall not be more than 10 crore. അപ്പം 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. or such other amount as may be prescribed. ആക്ട് പറയുന്ന പ്രിസ്ക്രൈബ്ഡ് എമൗണ്ടിനേക്കാളും കൂടാൻ പാടില്ല. ആ പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? which shall not be more than 10 crore rupees. അത് എത്രയിൽ കൂടാൻ പാടില്ല? ഈ which shall as may be ഇതിൽ കൂടാൻ പാടില്ല. കണ്ടോ? such other higher amount as may be prescribed. ഇതിനേക്കാളും കൂടാൻ പാടില്ല. ഏതിനേക്കാളും? 10 crore-നേക്കാളും കൂടാൻ പാടില്ല. എന്ത് കൂടാൻ പാടില്ല? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കൂടാൻ പാടില്ല. ക്ലിയർ ആയോ? സ്മോൾ കമ്പനി മീൻസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഷാൽ നോട്ട് എക്സീഡ്. നമ്മൾ എപ്പോഴും ഇറ്റ് ഇസ് മിനിമം, ഇറ്റ് ഇസ് മാക്സിമം എന്ന് ലോയ്ക്കകത്ത് എഴുതില്ല. അതിന് പകരം എന്ത് എഴുതണം? ഷാൽ നോട്ട് ബി മോർ ദാൻ, ഷാൽ നോട്ട് എക്സീഡ് എന്ന് പറഞ്ഞാൽ ഷാൽ നോട്ട് എക്സീഡ് അതിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം. ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഇതിൽ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിനിമം. ക്ലിയർ ആണല്ലോ? ഷാൽ നോട്ട് എക്സീഡ്, ഷാൽ നോട്ട് ബി മോർ ദാൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം. അപ്പൊ എന്ത് എഴുതണം? ഷാൽ നോട്ട് ബി മോർ ദാൻ, ഷാൽ നോട്ട് എക്സീഡ്. മിനിമം എന്ന് എഴുതാൻ പാടില്ല. അതിന് എന്ത് എഴുതണം? ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഇതിൽ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിനിമം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നോക്കിയ സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷൻ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി എത്രയിൽ കൂടാൻ പാടില്ല? 50 lakhൽ കൂടാൻ പാടില്ല. ആൻഡ് സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അവർ പറയുന്ന എമൗണ്ട്, ആ പറയുന്ന എമൗണ്ട് എത്രയിൽ കൂടാൻ പാടില്ല? വിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 10 crore rupees. അപ്പൊ ഓർത്തിരിക്കേണ്ട എമൗണ്ടുകൾ എന്തൊക്കെയാണ്? 50 lakhും സച്ച് അതർ ഹയർ എമൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് 10 crore-ഉം. ഓർ ആണോ ആൻഡ് ആണോ പറയുന്നത്? ആൻഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഈ പറയുന്ന പർട്ടിക്കുലർ കമ്പനീനെ നമുക്ക് സ്മോൾ കമ്പനി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഓർ ആയിരുന്നു. ഒന്നെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കോമ്പസിഷൻ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വോട്ടിംഗ് പവർ ഹോൾഡ് ചെയ്യുക. ഓർ ആയിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി എന്ന് വിളിക്കും. ഇവിടെ പറയാണ് ഈ രണ്ട് കണ്ടീഷൻ ആൻഡ് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ നമുക്ക് ഈ പറയുന്ന കമ്പനീനെ എന്തായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ? സ്മോൾ കമ്പനി ആയിട്ട് വിളിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ കണ്ടീഷൻ പഠിച്ചു. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഷാൽ നോട്ട് ബി മോർ ദാൻ 50 lakh ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഈ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ് എത്രയിൽ കൂടാൻ പാടില്ല? 10 crore-ൽ കൂടാൻ പാടില്ല. ആൻഡ് turnover which as per the profit and loss account for the immediately preceding 3 financial. അതായത് ടേൺ ഓവർ എത്രയിൽ കൂടാൻ പാടില്ല? ടേൺ ഓവർ does not exceed 2 crore rupees or such other higher amount as may be prescribed which shall not be more than 100 crore rupees. കണ്ടോ? എത്രയിൽ കൂടാൻ പാടില്ല ടേൺ ഓവർ? ആ പറയുന്ന സാധനങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കി എക്സാമിന് തന്നെ എഴുതാം. കണ്ടോ? ടേൺ ഓവർ does not exceed, കണ്ടോ, 2 crore rupees or such other higher amount which shall not be more than 100 crore rupees. കണ്ടോ? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയിൽ കൂടാൻ പാടില്ല? 50 lakh or such other higher amount. such other higher amount എന്ന് പറയുന്നത് എത്രയാണ്? 10 crore rupees. ആൻഡ് പറയാണ് ടേൺ ഓവർ എത്രയിൽ കൂടാൻ പാടില്ല? 2 crore-ൽ കൂടാൻ പാടില്ല. ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഈ സച്ച് അതർ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 100 crore. ഓർമ്മയുണ്ടല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? 50 lakhും 10 crore ഓർക്കുക. ടേൺ ഓവർ എന്ന് പറയുന്നത് 2 crore-ഉം സച്ച് അതർ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് 100 crore. ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ പറയുന്ന പെർട്ടിക്കുലർ കമ്പനീനെ നമുക്ക് എന്തായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ? സ്മോൾ കമ്പനി എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുള്ളൂ. ഡെഫിനിഷൻ ഓഫ് സ്മോൾ കമ്പനി ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റൻ. അപ്പൊ സ്മോൾ കമ്പനി ഒരു പബ്ലിക് കമ്പനി ആണോ 1 മാർക്ക് എന്ന് ചോദിച്ചാൽ നോ. സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. അപ്പൊ സ്മോൾ കമ്പനി എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്? പ്രൈവറ്റ് കമ്പനിയാണ്. സ്മോൾ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര കണ്ടിരിക്കണം? 2 crore കണ്ടിരിക്കണം. ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. സച്ച് അതർ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10 crore. ആൻഡ് ഓർ അല്ല, ആൻഡ് ടേൺ ഓവർ എത്ര കണ്ടിരിക്കണം? 2 കോടി. ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 100 crore ആയിരിക്കണം. പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ഈ താഴെ പറയുന്ന കമ്പനീസിനെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി റിലേഷൻഷിപ്പ് വരാൻ നേരത്ത് അങ്ങനത്തെ കമ്പനീസ് ആണെങ്കിൽ സ്മോൾ കമ്പനി എന്ന് പറഞ്ഞ് അവരെ കണക്ക് കൂട്ടാൻ പാടില്ല. ഈ പറയുന്ന കണ്ടീഷൻ ഒക്കെയാണ്, പക്ഷെ അവരെ എന്തിനകത്ത് കൂട്ടാൻ പാടില്ല? സ്മോൾ കമ്പനി എന്നുള്ളൊരു ഇതിനകത്ത് കൂട്ടാൻ പാടില്ല.
കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8. ഇറ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെക്ഷൻ 8 കമ്പനീനെ എന്തിനായിട്ട് കൂട്ടാൻ പാടില്ല? ഈ സ്മോൾ കമ്പനി ആയിട്ട് കൂട്ടാൻ പാടില്ല. സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെയാണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. ഓർ എ ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്, എന്തെങ്കിലും സ്പെഷ്യൽ ആക്ട് ഗവേൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് കമ്പനി, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് അവരെ ഗവേൺ ചെയ്യുന്നത്, അതൊരു സ്പെഷ്യൽ ആക്ട് ആണ്. ഇൻഷുറൻസ് കമ്പനി IRDA ആക്ട് ആണ് നോക്കുന്നത്, അതെല്ലാം സ്പെഷ്യൽ ആക്ടുകളാണ്. അപ്പൊ അങ്ങനെ കവർ ചെയ്യുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരെ എന്തിനകത്ത് കൂട്ടാൻ പാടില്ല? സ്മോൾ കമ്പനി എന്നുള്ളൊരു ഡെഫിനിഷനകത്ത് കൂട്ടാൻ പാടില്ല. അപ്പൊ സ്മോൾ കമ്പനി ആണോ അല്ലയോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഷാൽ നോട്ട് എക്സീഡ് 50 lakh rupees ആൻഡ് സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. സച്ച് അതർ ഹയർ എമൗണ്ട് എത്രയിൽ കൂടാൻ പാടില്ല? 10 crore കൂടാൻ പാടില്ല. ആൻഡ് ടേൺ ഓവർ എത്രയിൽ കൂടാൻ പാടില്ല? 2 crore. Such other higher amount as may be prescribed. Such other higher amount എത്രയിൽ കൂടാൻ പാടില്ല? 100 crore rupees. ഈ പറയുന്ന റൂൾസ് ഷാൽ നോട്ട് അപ്ലൈ ടു താഴെ പറയുന്ന കമ്പനീസ്. ആരൊക്കെ? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി ആണെങ്കിൽ ഷാൽ നോട്ട് അപ്ലൈ. സെക്ഷൻ 8 കമ്പനി ആണെങ്കിൽ ഷാൽ നോട്ട് അപ്ലൈ. എ കമ്പനി ഓർ എ ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്, സ്പെഷ്യൽ ആക്ട് ആണ് ഗവേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടാൻ പാടില്ല. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയ വാട്ട് ഇസ് സ്മോൾ കമ്പനി. Take 2 minutes and read what is small company. ഇവിടുന്ന് തന്നെ പഠിച്ചു പോവാ what is small company. ടു ക്ലോസ് 85 ടു ക്ലോസ് 87 മാറിപ്പോലെ കേട്ടോ. 87 ഏതായിരുന്നു? സബ്സിഡിയറി കമ്പനി ആയിരുന്നു. എസ് തന്നെയല്ലേ ആൽഫബറ്റ്, അതുകൊണ്ട് സ്മോൾ കമ്പനി. 85 ഞാൻ പറഞ്ഞ ആൽഫബറ്റിക് ഓർഡറിലാണ്, അങ്ങനെയാണ് സ്മോൾ കമ്പനി വന്നത്. അപ്പൊ എന്തൊക്കെ ഓർത്തിരിക്കാം? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല? 50 lakhsൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്, അത് എത്രയിൽ കൂടാൻ പാടില്ല? 10 crore കൂടാൻ പാടില്ല. ആൻഡ് എന്താണ് പറയുന്നത്? ടേൺ ഓവർ എത്രയിൽ കൂടാൻ പാടില്ല? 2 crore rupeesൽ കൂടാൻ പാടില്ല. ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത് എത്രയിൽ കൂടാൻ പാടില്ല? 100 crore കൂടാൻ പാടില്ല. ഈ പറയുന്ന പ്രൊവിഷൻസ് ഏതൊക്കെ കമ്പനീസ് ആപ്ലിക്കബിൾ ആവില്ല? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനിയിൽ ആപ്ലിക്കബിൾ ആവില്ല. സെക്ഷൻ 8 കമ്പനിയിൽ ആപ്ലിക്കബിൾ ആവില്ല. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ എനി സ്പെഷ്യൽ ആക്ട് ആപ്ലിക്കബിൾ ആവില്ല. ക്ലിയർ അല്ലേ? ആദ്യം തൊട്ടൊന്നുകൂടെ റിവൈസ് ചെയ്യാലോ ഡെഫിനിഷൻസ്. ഡെഫിനിഷൻസ് എല്ലാം ഓർത്തിരുന്നോണം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ ഡെഫിനിഷൻ കൊണ്ട് 5 ദിവസം ഇരിക്കും. സെക്ഷൻ 2 ക്ലോസ് 20 കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി അതർ പ്രീവിയസ് കമ്പനി ലോ. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. സെക്ഷൻ ഏതാ? സെക്ഷൻ 2 ക്ലോസ് 20. അടുത്ത പഠിച്ച സെക്ഷൻ ഓർമ്മയുണ്ട്? സെക്ഷൻ 2 ക്ലോസ് 46 ഏതായിരുന്നു? ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്തായിരുന്നു? in relation to one or more company means a company of which such other companies are subsidiary company. ബാക്കി കമ്പനികളെല്ലാം എന്ത് കമ്പനീസ് ആയിരിക്കും? സബ്സിഡറി കമ്പനീസ് ആയിരിക്കും. സെക്ഷൻ 2 ക്ലോസ് 87 പറയാണ് subsidiary company in relation to any other company means the other company, that is a holding company, holds more than 1/2 of the total voting power either on its own or together with one or more of subsidiaries. അല്ലെങ്കിൽ or പറയാണ് controls കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കോമ്പോസിഷനെ ഹോൾഡ് ചെയ്യുന്നത് ഇവരായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ആക്ട് പറയാണ് ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര ലെയേഴ്സ് വേണം എന്ന് ആര് തീരുമാനിക്കും? ആക്ട് ആയിരിക്കും തീരുമാനിക്കുക. അടുത്ത നമ്മൾ പഠിച്ചത് സെക്ഷൻ 2 ക്ലോസ് 6 ആണ് അസോസിയേറ്റ് കമ്പനി. എന്താണ് അസോസിയേറ്റ് കമ്പനി? അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് മറ്റേ കമ്പനീന്റെ മുകളിൽ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 20% ബട്ട് നോട്ട് എ സബ്സിഡറി, അതായത് 50%ൽ കൂടാൻ പാടില്ല. എങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എന്താ പറയാ? അസോസിയേറ്റ് കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് എ ജോയിന്റ് വെഞ്ചർ കമ്പനി. അടുത്തത്
കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ സ്റ്റേറ്റ് ചെയ്ത് കാണും വാട്ട് ഇസ് ദി എമൗണ്ട് ദാറ്റ് യു ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ amount stated in the memorandum up to the unpaid amount on shares. എന്തുമാത്രം unpaid ആയിട്ട് കിടപ്പുണ്ടോ അതിനെയാണ് അത്രയാണ് നമ്മുടെ ലയബിലിറ്റി. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്പനിയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിച്ച സെക്ഷൻ 2 ക്ലോസ് 40 ആണ്. ഞാൻ കുറച്ച് സമയം തന്നായിരുന്നു. ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ട്, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ടാത്ത കുറച്ച് കമ്പനീസ് പഠിച്ചു. 1% കമ്പനി, ഡോർമെന്റ് കമ്പനി, സ്മോൾ കമ്പനി, ഇപ്പൊ പഠിച്ച സ്മോൾ കമ്പനി ഇല്ലേ അവർക്കും വേണ്ട. അതുപോലെ പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിലും എന്ത് വേണ്ട, ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. അടുത്ത നമ്മൾ പഠിച്ചു സ്മോൾ കമ്പനി സെക്ഷൻ 2 ക്ലോസ് 85 സ്മോൾ കമ്പനിയാണ് പഠിച്ചത്. സ്മോൾ കമ്പനി എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര കണ്ടിരിക്കണം, 50 lakh കണ്ടിരിക്കണം, ഓർ സച്ച് അതർ ഹയർ എമൗണ്ട്, അതായത് വിച്ച് ഡസ് നോട്ട് എക്സീഡ് കേട്ടോ, അതിനേക്കാളും കൂടാൻ പാടില്ല, 50 lakhനേക്കാളും കൂടാൻ പാടില്ല. ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്, 10 crore ആണ്. അതുപോലെ ടേൺ ഓവർ എത്രയിൽ കൂടാൻ പാടില്ല, 2 crore കൂടാൻ പാടില്ല. ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത് എത്രയിൽ കൂടാൻ പാടില്ല, 100 crore കൂടാൻ പാടില്ല. ഈ പറയുന്ന ഒരു കാര്യങ്ങളും താഴെ പറയുന്ന കമ്പനീസിന് അടുത്ത് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. ഏതൊക്കെ, സെക്ഷൻ 8 കമ്പനീന്റെ അടുത്ത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനിയുടെ അടുത്ത് ആപ്ലിക്കബിൾ ആവില്ല. ഈ പറയുന്ന കമ്പനി എന്തെങ്കിലും സ്പെഷ്യൽ ആക്ട് ഗവേൺ ചെയ്യുന്നെങ്കിൽ അവർക്കും ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് പറയുന്നത് പോലെ വാട്ട് ഈസ് ബീങ് ടോൾഡ്. ക്ലിയർ ആണോ ഷിജു? നോ, വരില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡെഫിനേഷൻസിനകത്ത്? ഇതൊക്കെ ജസ്റ്റ് ബേസിക്സ് ആട്ടോ, നമ്മൾ മെയിൻ ടോപ്പിക്സിലോട്ട് കയറിയിട്ടില്ല. മെയിൻ ടോപ്പിക്സ് വരാൻ നേരത്താണ് എങ്ങനെയാണ് ആ ലോ ഒരു കഥയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇർഷാദിനും ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഓക്കെ. അടുത്തത് ഞാൻ ക്വസ്റ്റ്യൻസ് തരുവേ, ഞാൻ നാളെ ക്വസ്റ്റ്യൻസ് തരും, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. പബ്ലിക് കമ്പനി എന്താ, പ്രൈവറ്റ് കമ്പനി എന്താ, അതും കൂടെ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണെന്നും കൂടെ നമുക്ക് പഠിക്കണം. പബ്ലിക് കമ്പനിയാണ് സെക്ഷൻ 2 ക്ലോസ് 71. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ സെക്ഷൻ നമ്പേഴ്സ് ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുത്തേ. സെക്ഷൻ 2 ക്ലോസ് 20 എന്ന് പറയുന്നത് കമ്പനി, ഒരു ഓർഡറിൽ പറഞ്ഞു നോക്കിയല്ലോ. ക്ലോസ് 20 എന്ന് പറയുന്ന കമ്പനി, 21 എന്ന് പറയുന്ന ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, 22 എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. പിന്നെ എന്ത് ഓർത്തെടുക്കാം, 46 എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി, 85 എന്ന് പറയുന്നത് സ്മോൾ കമ്പനി, അതിന്റെ ഇടയ്ക്ക് 40 ഉണ്ടായിരുന്നു അല്ലെ, 40 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 85 എന്ന് പറയുന്ന സ്മോൾ കമ്പനി, 87 എന്ന് പറയുന്ന സബ്സിഡിയറി കമ്പനി, അടുത്ത 71 എന്ന് പറയുന്നത് പബ്ലിക് കമ്പനി. ഒരു ഓർഡറിൽ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക, ഒരു ഓർഡറിൽ എഴുതി നോക്കുക, സോ ദാറ്റ് എല്ലാം കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അടുത്തത് സെക്ഷൻ 2 ക്ലോസ് 71 പബ്ലിക് കമ്പനിയാണ്. വാട്ട് ഡു യു മീൻ ബൈ പബ്ലിക് കമ്പനി? എളുപ്പമാണ്, കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ എന്താണ് ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനി? അത് പഠിച്ചാലല്ലേ നമുക്ക് പബ്ലിക് കമ്പനി എന്താന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ എന്താന്ന് പ്രൈവറ്റ് കമ്പനി എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് പബ്ലിക് കമ്പനി നോക്കാം. അപ്പൊ പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പബ്ലിക് കമ്പനി എന്ന് വിളിക്കുക. സ്മോൾ കമ്പനി പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ, ഇറ്റ് ഇസ് നോട്ട് എ പബ്ലിക് കമ്പനി. അതർ ദാൻ എ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈവറ്റ് കമ്പനിയാണ്. അതുപോലെ പബ്ലിക് കമ്പനി ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ആക്ട് പറയുന്ന ഒരു മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അത്രയും ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വരുന്ന കമ്പനീനെയാണ് പബ്ലിക് കമ്പനി എന്ന് വിളിക്കുക. നോക്കിക്കോ,
provided that, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, provided that a company which is a subsidiary of a company not being a private company shall be deemed to be a public company for the purpose of this act even where such subsidiary company continues to be a private company in its articles. ഇങ്ങനെ വായിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരിക. എക്സാമ്പിൾ വായിച്ചിട്ട് ആ സാധനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഷാൽ ബി ഡീം ടു ബി ഒക്കെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ നോക്കുക. A private limited is wholly owned subsidiary of AB Limited. AB Limited എന്ന് പറയുന്ന കമ്പനിയുടെ wholly owned subsidiary ആണ് A Limited. wholly owned എന്ന് പറഞ്ഞാൽ മുഴുവൻ സാധനവും ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? AB Limited ആണ്. A private limited is a wholly owned subsidiary of AB Limited എന്ന് പറയുമ്പോൾ AB Limited ആരാണ്? AB Limited എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്. A private limited wanted to avail exemptions as provided to private company. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടേണ്ട എക്സംഷൻസ് അവെയിൽ ചെയ്യണം എന്ന് ആർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? എ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഉണ്ടായിരുന്നു. കാരണം എ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പബ്ലിക് ആണ്. നിങ്ങൾക്ക് പ്രൈവറ്റും പബ്ലിക്കും കണ്ടുപിടിക്കാൻ അറിയാലോ അല്ലെ? പി വി ടി ലിമിറ്റഡ് എന്ന് പറയുന്നത് പ്രൈവറ്റും വെറും ലിമിറ്റഡ് എന്ന് എഴുതുവാണെങ്കിൽ അതിനെ പബ്ലിക് കമ്പനി എന്നാണ് വിളിക്കുന്നത്. ഇനി ക്വസ്റ്റൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയാലോ. എ പ്രൈവറ്റ് ലിമിറ്റഡ്, ജിഷ്ണു വരയ്ക്കാതിരിക്കണേ. A private limited is wholly owned subsidiary of AB Limited എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന കമ്പനി എ ബി ലിമിറ്റഡിന്റെ ഹോളി ഓൺഡ് സബ്സിഡറി ആണ്. എ ബി ലിമിറ്റഡ് എന്റെ കംപ്ലീറ്റ് ഷെയർ ഹോൾഡ് ചെയ്യാണ്, കംപ്ലീറ്റ് വോട്ടിംഗ് പവർ ഉണ്ട്. അപ്പൊ എ ബി ലിമിറ്റഡ് എന്തായി മാറി? ഹോൾഡിംഗ് കമ്പനി ആയിട്ട് മാറി. എ പ്രൈവറ്റ് ലിമിറ്റഡ് വാണ്ട്സ് ടു അവെയിൽ എക്സംഷൻ, അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കിട്ടുന്ന എക്സംഷൻസ് എല്ലാം എടുക്കണം എന്ന് ആർക്കുണ്ടായിരുന്നു? എ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടായിരുന്നു. In this case, since A private limited is subsidiary of AB limited, അതായത് എ ബി എന്ന് പറയുന്ന പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണ് ഈ പറയുന്ന എ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ്. Therefore, A private limited will be deemed to be a public company and will not be allowed to avail exemptions provided to a private company. മനസ്സിലായോ? ഹോൾഡിംഗ് കമ്പനി എന്താണോ അതായി മാറി ഈ പറഞ്ഞ സബ്സിഡിയറി കമ്പനി. ഈ കേസിൽ എ ബി ലിമിറ്റഡ് എനെ കംപ്ലീറ്റ്ലി ഹോൾഡ് ചെയ്യാണ്. ഈ പറയുന്ന എ ഹോൾലി ഓൺഡ് സബ്സിഡിയറി കമ്പനിയാണ്. ഓക്കെ, അവർ കംപ്ലീറ്റ് ഷെയർ അല്ലെ കംപ്ലീറ്റ് വോട്ടിംഗ് പവർ ഹോൾഡ് ചെയ്യാണ്. ഈ ഹോൾഡിംഗ് കമ്പനി ഒരു പബ്ലിക്കും സബ്സിഡിയറി കമ്പനി ഒരു പ്രൈവറ്റും ആണ്. അതുകൊണ്ട് ഈ സബ്സിഡിയറി ഷാൽ ബി ഡീം ടു ബി എ പബ്ലിക് കമ്പനി. ഇപ്പൊ ഡീം ടു ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയി മാറും. ബിക്കോസ് ഓഫ് ദ ലോ, ബിക്കോസ് ഓഫ് ദി ആക്ട് ഇങ്ങനെ ആയി മാറും. അതാണ് ഷാൽ ബി ഡീം ടു ബി എ പബ്ലിക് കമ്പനി. അപ്പൊ ആ വാക്ക് ഓർത്തോണം. എന്തെങ്കിലും ആക്ട് കാരണം ഇങ്ങനെ ആയി മാറി എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ എഴുതും? ഷാൽ ബി ഡീം ടു ബി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്താണോ ഹോൾഡിംഗ് കമ്പനി, എന്താണോ സബ്സിഡിയറി കമ്പനി നോക്കുക. ഹോൾഡിംഗ് കമ്പനി ഈ കേസിൽ ഒരു പബ്ലിക് കമ്പനിയാണ്. സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ ഹോൾലി ഓൺഡ് സബ്സിഡിയറി ആണ് ഈ പറയുന്ന എ ലിമിറ്റഡ്. ഈ കമ്പനി പബ്ലിക് ആയിരുന്നത് കാരണം താഴെ പറഞ്ഞ സബ്സിഡിയറി പ്രൈവറ്റ് ആണെങ്കിൽ പോലും എന്തായി മാറി? പബ്ലിക്കായി മാറി. കാരണം എൻറ്റയർ വോട്ടിംഗ് പവർ, എൻറ്റയർ ഷെയർസ് ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? ഈ പറയുന്ന എ ബി ലിമിറ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം എ എന്ന് പറയുന്ന കമ്പനിക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എക്സംഷൻസ് അവെയിൽ ചെയ്യാൻ പറ്റുമോ? അവെയിൽ ചെയ്യാൻ പറ്റില്ല. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നിട്ട് നമുക്ക് ആ പ്രൊവിഷൻ വായിക്കാം. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Nandu, yes, Nandu, you can actually write in the chat box and ask if you have any doubt. Any doubts you have?
to unmute. Okay. എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല ട്രിപ്ലൈ ആരാ നോക്കുന്നതെന്ന്. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒന്ന് ശരിയാക്കേക്കണേ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you write in the chat box if you're able to see hear me? എന്തോ ഒരു ടെക്നിക്കൽ എറർ വന്നാണ്, എന്തോ ഒരു എന്നെ റിമൂവ് ചെയ്തു, അപ്പൊ എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് നിർത്തിയത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി അല്ല, അതിന്റെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആക്ട് പറയും. എന്നിട്ട് പറയാണ് ഹോൾഡിംഗ് കമ്പനി ഒരു പബ്ലിക് കമ്പനിയാണ്, സബ്സിഡിയറി കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഈ പറഞ്ഞ സബ്സിഡിയറി കമ്പനി ഷാൽ ബി ഡീം ടു ബി എ പബ്ലിക് കമ്പനി. കാരണം മോളി പറഞ്ഞ കംപ്ലീറ്റ്ലി ഓൺ ചെയ്ത ഹോൾഡിംഗ് കമ്പനി എന്താണ്? പബ്ലിക് കമ്പനിയാണ്. ഇനി ആ പറയുന്ന പ്രൊവിഷൻ വായിച്ചു നോക്കണേ. Provided that a company which is a subsidiary of a company, ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ സബ്സിഡിയറി ആണ്, a company which is a subsidiary of a company not being a private company എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി ആയ കമ്പനിയുടെ മുകളിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനി എന്തല്ല? പ്രൈവറ്റ് കമ്പനി അല്ല എന്ന് പറഞ്ഞാൽ ആ കമ്പനി എന്താണ്? പബ്ലിക് കമ്പനിയാണ്. എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? Provided that a company which is a subsidiary of a company not being a private company, private company അല്ല, നമ്മൾ പറഞ്ഞ നേരത്തെ എക്സാമ്പിളിൽ AB ലിമിറ്റഡ് പ്രൈവറ്റ് കമ്പനി അല്ല, അത് പബ്ലിക് കമ്പനിയാണ്. ഷാൽ ബി ഡീംഡ് ടു ബി പബ്ലിക് കമ്പനി. ആ പറഞ്ഞ സബ്സിഡിയറി കമ്പനി പബ്ലിക് കമ്പനി അല്ലെങ്കിൽ പോലും അതിന്റെ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് കമ്പനി ആയതുകൊണ്ട് ഷാൽ ബി ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് ആക്ട്. ആക്ട് പറയുന്നത് കൊണ്ട് ആ പറഞ്ഞ സബ്സിഡിയറി കമ്പനി എന്തായി മാറി? പബ്ലിക് കമ്പനി ആയിട്ട് മാറി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആകും, ആകും, അങ്ങനെ തന്നെ ആകും. ശ്രീരാഗിന് ഡൗട്ട്, അസോസിയേറ്റ് കമ്പനി ആണെങ്കിൽ ഡീംഡ് പബ്ലിക് കമ്പനിയാ? അസോസിയേറ്റ് കമ്പനി എന്നുള്ള ബേസിസിലല്ല ശ്രീരാഗ് എക്സ്പ്ലെയിൻ ചെയ്തത്. Nandu, do you have any doubt? You raised your hands before. Do you have any doubt? പറ്റും, പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാലോ? ഓക്കെ, നോക്കിക്കേ ഡെഫിനിഷൻസ് പഠിച്ച ഏതൊക്കെയാണ്? ഡൗട്ട് വന്നോ വീണ്ടും? യെസ്, ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. സെക്ഷൻ 2 ക്ലോസ് 20 ആണ് നമ്മളിപ്പോ. ശ്രുതി, വാട്ട് ഇസ് യുവർ ഡൗട്ട്? ശ്രുതി, ഗവൺമെന്റ് കമ്പനി അല്ല പബ്ലിക് കമ്പനി ജിഷ്ണു. പബ്ലിക് കമ്പനിയും ഗവൺമെന്റ് കമ്പനിയും രണ്ടും രണ്ട് കമ്പനീസ് ആണ്. ഒത്തിരി ആൾക്കാർക്ക് വരുന്നൊരു ഡൗട്ടാണ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനി ആണെന്നാണ്. പബ്ലിക് കമ്പനി ഡസ് നോട്ട് മീൻ ഗവൺമെന്റ് കമ്പനി. ജിഷ്ണു, is your doubt clarified? പബ്ലിക് കമ്പനി അല്ല ഗവൺമെന്റ് കമ്പനി. പബ്ലിക് കമ്പനി വേറെ, ഗവൺമെന്റ് കമ്പനി വേറെ. ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50% ഗവൺമെന്റ് ആണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കമ്പനിനെ ഗവൺമെന്റ് കമ്പനി എന്ന് പറയും. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്തിട്ട് ഷെയർസ് പബ്ലിക് വാങ്ങിക്കുവാണെങ്കിൽ അതിന്റെ പേരാണ് പബ്ലിക് കമ്പനി. ജിഷ്ണു, ഡൗട്ട് ക്ലാരിഫൈഡ് ആണോ? ഓക്കെ. For everyone's clarification, public company വേറെ, government company വേറെ. Public company means that company in which ഒരു കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്തു, ആ പറയുന്ന ഷെയർസ് നമ്മൾ വാങ്ങിച്ചു, അതിനാണ് പബ്ലിക് കമ്പനി എന്ന് പറയാ. ഒരു കമ്പനിയുടെ മോർ ദാൻ 50% ഓഫ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയും. I hope everyone is clarified with what is government company and what is public company. ഓക്കെ, ഡെഫിനിഷൻസ് എന്താ നോക്കാം ഒന്നുകൂടെ. സെക്ഷൻ 2 ക്ലോസ് 20 ഡെഫിനിഷൻ ഓഫ് എ കമ്പനി ആണ് നമ്മൾ പഠിച്ചത്. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി അതർ പ്രീവിയസ് കമ്പനി ലോ.
അത് കഴിഞ്ഞ് സെക്ഷൻ 2 ക്ലോസ് 6 പഠിച്ചു അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് ദി അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. അതർ കമ്പനിക്ക് നമ്മുടെ കമ്പനിയുടെ മുകളിൽ എന്തുണ്ട്? സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എങ്ങനെ ആകാൻ പാടില്ല? ഇറ്റ് ഈസ് നോട്ട് എ സബ്സിഡിയറി ബട്ട് ഇൻക്ലൂഡ്സ് എ ജോയിന്റ് വെഞ്ചർ കമ്പനി. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് മീൻസ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദി ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 20% ബട്ട് നോട്ട് എ സബ്സിഡിയറി. അപ്പൊ അപ് ടു 50%. പിന്നെ സെക്ഷൻ 2 ക്ലോസ് 21 നമ്മൾ പഠിച്ചു. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. മെമ്മോറാൻഡത്തിനകത്ത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ദ എമൗണ്ട് which they have to contribute towards the assets of the company at the time of winding up. Company limited by shares എന്ന് പറഞ്ഞാൽ only on the amount of unpaid share. എന്തേലും ഇപ്പൊ 100 രൂപ ഫേസ് വാല്യൂ ഞാനുണ്ട്, വിഷ്ണു ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ 100 റുപ്പീസിന് ഫേസ് വാല്യൂല് 80 റുപ്പീസ് കൊടുത്തു, വിഷ്ണു കംപ്ലീറ്റ് 100 കൊടുത്തു, എങ്കിൽ വിഷ്ണുവിന് ലൈബിലിറ്റി ഇല്ല. എന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ബാക്കി 20 മാത്രമാണ്. അതാണ് അൺപെയ്ഡ് ഓൺ ഷെയർ. ഷെയറിനകത്ത് അല്ല അൺപെയ്ഡ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ മാത്രമേ എന്റെ ലൈബിലിറ്റി വരുള്ളൂ. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയറും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എക്സിസ്റ്റൻസിന്റെ സമയത്ത് ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് പറയാം. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഓക്കെ. അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. സെക്ഷൻ 2 ക്ലോസ് 40 പഠിച്ചു. എന്താണെന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആൻഡ് എക്സ്പ്ലനേറ്ററി നോട്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ടാത്തത് 1 മാർക്ക്. 1% കമ്പനിക്ക് വേണ്ട, സ്മോൾ കമ്പനിക്ക് വേണ്ട, ഡോമൻ കമ്പനിക്ക് വേണ്ട, പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ് കമ്പനി എങ്കിൽ വേണ്ട. I hope it's clear. You are getting familiarized with this. പിന്നെ സെക്ഷൻ 2 ക്ലോസ് 46 ആണ് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദി അതർ കമ്പനീസ് ആർ സബ്സിഡിയറി കമ്പനി. അതിന്റെ അടിയിലുള്ള ബാക്കി കമ്പനീസ് എന്താണ്? സബ്സിഡിയറി കമ്പനീസ് ആണ്. സെക്ഷൻ 2 ക്ലോസ് 87 പറയാണ് സബ്സിഡിയറി കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് ദി ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ദി കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് or holds more than 1/2 of the total voting power either on its own or together with one or more of the subsidiaries. ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര ലെയർ ഓഫ് സബ്സിഡിയറി വേണമെന്ന് ആക്ട് പറയും. സെക്ഷൻ 2 ക്ലോസ് 85 പഠിച്ചു. സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. എന്ന് പറഞ്ഞാൽ സ്മോൾ കമ്പനി എന്താണ്? പ്രൈവറ്റ് കമ്പനിയാണ്. എങ്ങനെയാണ് ഒരു കമ്പനി സ്മോൾ കമ്പനി ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കുന്നത്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഷാൽ നോട്ട് എക്സീഡ് 50 lakh rupees or such other higher amount as may be prescribed by the act. അത് എത്രയായിരിക്കണം? which shall not be more than 10 crore and turnover എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല? 2 crore or such other higher amount as may be prescribed. എത്രയിൽ കൂടാൻ പാടില്ല? 100 crore എക്സീഡ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്നത് ആർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല? സെക്ഷൻ 8 കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല, എ കമ്പനി ഓർ എ ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട് ആണെങ്കിൽ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. ബാങ്കിങ്ങോ ഇൻഷുറൻസോ ഇതൊക്കെ സ്പെഷ്യൽ ആക്ട് ആണ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ അഗൈൻ. പിന്നെ നമ്മൾ പഠിച്ചു സെക്ഷൻ 2 ക്ലോസ് 71 പഠിച്ചു. വാട്ട് ഇസ് പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി which is not a private company. പ്രൈവറ്റ് അതുപോലെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ആക്ട് ആണ്. ഒരു പബ്ലിക് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്. പബ്ലിക് കമ്പനി ഹോൾഡിംഗ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഹോളി ഓൺഡ് സബ്സിഡിയറി ആണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഹോളി ഓൺഡ് സബ്സിഡിയറി ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് ആയ കമ്പനി പബ്ലിക് ആയതുകൊണ്ട് ദിസ് പ്രൈവറ്റ് കമ്പനി ഷാൽ ബി ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി. അതാണ് മോളിൽ കൊടുത്തേക്കുന്ന സാധനം, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ച പ്രൊവിഷൻ. ഇതാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനായിട്ടുള്ള കാര്യം. പിന്നെ പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് ഞാൻ പറയും, വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി നമ്മൾ പഠിച്ചു. അപ്പൊ അതെന്താന്ന് പഠിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. എളുപ്പമാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതിയിടാം, ഞാൻ നാളത്തെ നോട്ടി തരാം. ഞാൻ നാളെ പഠിപ്പിക്കാനായിട്ടിരുന്നു, പക്ഷേ ഐ ടെൽ യു. സെക്ഷൻ 2 ക്ലോസ് 68 ആണ് പ്രൈവറ്റ് കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത്. അതെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹൂസ് മിനിമം പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ചെയ്ത് ആക്ട് പറയുന്ന മിനിമം പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടാകുക. പ്രൈവറ്റ് കമ്പനി ആണോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഒരിക്കലും പബ്ലിക്കിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പോയിന്റ് നമ്പർ 1, ഷെയർ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് കമ്പനിയും ഗവൺമെന്റും, ജിഷ്ണു ചോദിച്ച ഡൗട്ടാണ്, പബ്ലിക് കമ്പനിയും ഗവൺമെന്റ് കമ്പനിയും സെയിം ആണെന്ന്. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കമ്പനിയാണ്, അതിന്റെ ഷെയർ പബ്ലിക്കിന് വാങ്ങിക്കാം. എനിക്ക് ആ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാം, റിലയൻസിന്റെ ഷെയർ എനിക്ക് വാങ്ങിക്കാം. മനസ്സിലായോ? പബ്ലിക് കമ്പനി.
അതേ സമയത്ത് പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ പറ്റില്ല, ആ കമ്പനിക്ക് അതിന്റെ ഷെയർ പുറത്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കമ്പനിനെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയും. a company who cannot transfer its shares to the public. ഒരു പോയിന്റ്. രണ്ട്, limits the number of members to 200. അതിന്റെ മാക്സിമം, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സേ പറ്റുള്ളൂ? 200 നമ്പർ ഓഫ് മെമ്പേഴ്സേ പറ്റത്തുള്ളൂ. പണ്ട് 50 ആയിരുന്നു, 1956 അനുസരിച്ച് 50 ആയിരുന്നു, ഇപ്പോൾ 200 ആണ്. അപ്പൊ ഞാൻ 2 പോയിന്റ് പഠിച്ചു. സെക്ഷൻ 2 ക്ലോസ് 68 പറയാണ്, പ്രൈവറ്റ് കമ്പനി മീൻസ് a company in which a company cannot transfer its shares to the public. രണ്ട്, limits the number of members to 200. 200 ലിമിറ്റ് ചെയ്തു. ഇതിനകത്ത് ഒരു ഈ 200-നകത്ത് ശ്രദ്ധിച്ചേട്ടാണ്, ഈ പറഞ്ഞ 200-നകത്ത് കമ്പനിയുടെ എക്സ് എംപ്ലോയീസിനെ കൂട്ടാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? എക്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കൂട്ടാൻ പാടില്ല. കാരണം എന്താ? എംപ്ലോയി എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഷെയർ പർച്ചേസ് ചെയ്താൽ മാത്രം മെമ്പർ ആവുള്ളൂ കേട്ടോ. മെമ്പർ എന്ന് പറഞ്ഞാൽ ഷെയർ പർച്ചേസ് ചെയ്യുന്ന ആളെയാണ് മെമ്പർ എന്ന് വിളിക്കുക. ഇപ്പൊ എക്സ് എംപ്ലോയീസിനെ 200-നകത്ത് കൂട്ടാൻ പാടില്ല. പിന്നെ സെക്യൂരിറ്റീസ്, കമ്പനിയുടെ സെക്യൂരിറ്റീസ് പുറത്ത് കൊടുക്കാൻ പാടില്ല. സെക്യൂരിറ്റീസ് പറഞ്ഞാൽ എന്താ? ഡിബെഞ്ചർ, ഷെയർ മാത്രമല്ലല്ലോ, ഡിബെഞ്ചർ, ബോൺസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമ്പനിക്ക് പുറത്ത് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കമ്പനീനെയാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സെക്ഷൻ 2 ക്ലോസ് 68. തെറ്റിക്കരുത്. പിന്നെ നമുക്ക് OPC ഉണ്ട്, നമ്മൾ നാളെ പഠിക്കുന്നു. OPCയും സെക്ഷൻ 8 ഒക്കെ നാളെ ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ പ്രൊവിഷൻസ് ഒക്കെ വെച്ച് പഠിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? 2 ക്ലോസ് 20 പഠിച്ചു, 21 പഠിച്ചു, 22 പഠിച്ചു, 46 പഠിച്ചു, 85 പഠിച്ചു, 87 പഠിച്ചു, 40 പഠിച്ചു, 71 പഠിച്ചു, 68 പഠിച്ചു. അതുപോലെ എങ്ങനെയാണ് കമ്പനീസ് ആക്ട് വന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം തൊട്ട് ഈ കഥ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോകാം. സോ ദാറ്റ് ഫോർ ടുമോറോസ് ക്ലാസ് you have to remember all definitions and come. Definitions ഒരു തവണ ഇനി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഓർക്കും 4 മാർക്കല്ലേ വിട്ടേക്കാം. 4 മാർക്കിന് വില അറിയണമെങ്കിൽ 46 മാർക്സ് കിട്ടുമ്പോഴോ 56 മാർക്സ് കിട്ടുമ്പോഴോ 36 മാർക്സ് കിട്ടുമ്പോഴോ നമുക്ക് മനസ്സിലാവുള്ളൂ. 36 ആകുമ്പോൾ 4 മാർക്ക് ഉണ്ടെങ്കിൽ 40 കിട്ടിയേനെ. 46 ആകുമ്പോൾ ആഗ്രിഗേറ്റ് ഇട്ടാനായിട്ടുള്ള ഇത്, അതായത് കറക്റ്റ് ആയിട്ട് ഒരിക്കലും നിൽക്കരുത് കേട്ടോ. 40 എന്ന് പറഞ്ഞ് നിൽക്കില്ല, 40 വേണം. ഒരു മാർക്ക് കൂടി കയറി നിൽക്കണം. എവിടെയെങ്കിലും ഒരു മാർക്കിന്റെ വില വരും. അല്ലെങ്കിൽ നമ്മൾ 55, 56 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോട്ട് എക്സംഷൻ. അത് കാരണം ഒരിക്കലും 4 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ പോർഷൻസ് വിടരുത്. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞ കഥ നമ്മൾ ഓർത്തോണം. കമ്പനീസ് ആക്ട് ആദ്യം 2013 വന്നു. അത് കഴിഞ്ഞ് ഒരു അമെന്റ്മെന്റ് വന്നു ആദ്യമായിട്ട് 2015. അതിനെ അമെന്റ്മെന്റ് ആക്ട് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ടായി മാറി. പിന്നെ 2017 അത് ആക്ടായിട്ട് മാറി. പിന്നെ ആക്ടായി മാറാതെ പോയ 2-3 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് കൊടുത്ത് 2018 ഒരു സാധനം ഇറക്കി. അത് രാജ്യസഭയിൽ പാസ്സായില്ല. പാസ്സാവാത്തത് കാരണം പിന്നെ അവർ അമെന്റ്മെന്റ് ഓർഡിനൻസ് റൂൾ 2019 എന്ന് പറഞ്ഞിറങ്ങി. അതും ആക്ട് ആയില്ല. അൺഫോർച്ചുനേറ്റ്ലി അതും ആക്ട് ആകാൻ പറ്റിയില്ല. പിന്നെ അവർ കമ്പനിനും ഒരു ലീഗാലിറ്റി വരുത്താൻ വേണ്ടി കമ്പനി അമെന്റ്മെന്റ് സെക്കൻഡ് ഓർഡിനൻസ്. അപ്പൊ ഇത് കാണുമ്പോൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ പേടിക്കല്ല, സ്റ്റഡി മെറ്റീരിയൽ പേടിക്കുന്നത് എല്ലാം ഒന്ന് തന്നെയാണത്. ഒന്നിനെ മറക്കാൻ വേണ്ടി ഇറക്കിയ ഒരു സാധനമാണ്. അത് കഴിഞ്ഞ് ഫൈനലി ഇത് പാസ്സായി. അപ്പൊ കമ്പനി അമെന്റ്മെന്റ് ആക്ട് 2019 എന്ന് പറഞ്ഞു വന്നു. അതിന്റെ കൂടെ കുറച്ച് സെക്ഷൻസും കൂടെ ആഡ് ചെയ്തു 2019. 15 ഓഗസ്റ്റ് 2019 ആഡ് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇനി കമ്പനീസ് ആക്ടിൽ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പ്രിലിമിനറിക്ക് അത് ബേസിക്കലി ഡെഫിനിഷൻസ് ആണ് കവേർഡ്. ഇതിന് 4 to 5 to 6 മാർക്സ് വരെ നിങ്ങൾക്ക് ഡെഫിനിഷൻസിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. പ്രിലിമിനറി ചാപ്റ്ററിനകത്ത് ഒരു അമെന്റ്മെന്റും ഇല്ല. പക്ഷെ അങ്ങോട്ട് പോകുന്ന ഇൻകോർപ്പറേഷൻ ചാപ്റ്ററിനകത്ത് റൂൾ 8A 8B ചെറിയൊരു അമെന്റ്മെന്റ് ഉണ്ട്. പ്രോസ്പെക്ടസിനകത്ത് അമെന്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വന്ന അമെന്റ്മെന്റ് നമ്മൾ പഠിക്കും. ഇത് വെറും ബേസിക്സ്, ജസ്റ്റ് ദി ഡെഫിനിഷൻസ്. ആദ്യം പഠിച്ച ഡെഫിനിഷൻ എന്തായിരുന്നു? സെക്ഷൻ 2 ക്ലോസ് 20 ആയിരുന്നു. കമ്പനി മീൻസ് a company incorporated under this act or under any other previous company law. അടുത്ത പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 6 ആണ്. അസോസിയേറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദി അതർ കമ്പനി ഹാസ് എ significant influence over this company which is not a subsidiary but includes a joint venture company. Significant influence means having at least 20% of the power. 20% വേണം, but not a subsidiary. So up to 50%. പിന്നെ നമ്മൾ പഠിച്ചു സെക്ഷൻ 2 ക്ലോസ് 21, അതായത് മെമ്മോറാണ്ടത്തിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് the member shall contribute to the assets of the company at the time of winding up of the company. winding upൽ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ്. സെക്ഷൻ 2 ക്ലോസ് 22 പറയാണ് what is the unpaid amount of the
എന്തുമാത്രം അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടോ അതായിരിക്കും നമ്മുടെ ലയബിലിറ്റി. തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഗ്യാരണ്ടി കമ്പനി ആണെങ്കിൽ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമേ ലയബിലിറ്റി വരുള്ളൂ. ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഐദർ അറ്റ് ദ ടൈം ഓഫ് എക്സിസ്റ്റൻസ് ഓർ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ചോദിക്കാറുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. സെക്ഷൻ 2 ക്ലോസ് 40 ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്തൊക്കെ അതിനകത്തുണ്ട്? ബാലൻസ് ഷീറ്റ്സ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ എക്വിറ്റി ഉണ്ട്, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ടാത്ത കമ്പനീസ് ഏതൊക്കെയാ? വൺ പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനി, ഡോമിൻ കമ്പനി, പ്രൈവറ്റ് കമ്പനി, ബീങ് എ സ്റ്റാർട്ടപ്പ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല. Section 2 clause 46 പഠിച്ചു. holding company in relation to one or more company means a company in which the company says other subsidiary companies ഉണ്ട്. Section 2 clause 87 പറയാണ് subsidiary company means a company in relation to any other company means in which the holding company holds എന്തുമാത്രം ഹോൾഡ് ചെയ്യണം? more than holds a composition of the board of director. composition ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ more than 1/2 of the total voting power ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷനെ നമ്മൾ പറയുന്നതാണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി. ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര ലെയർ വേണം എന്ന് ആര് തീരുമാനിക്കും? ആക്ട് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് ആണ് തീരുമാനിക്കുന്നത്. സെക്ഷൻ 2 ക്ലോസ് 85 ഡിഫൈൻ ചെയ്യുന്നത് സ്മോൾ കമ്പനിനെയാണ്. സ്മോൾ കമ്പനിക്കകത്ത് എന്തൊക്കെയാണ് കണ്ടീഷൻ? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയിൽ കൂടാൻ പാടില്ല? 50 lakhൽ കൂടാൻ പാടില്ല. ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത് 10 crore കൂടാൻ പാടില്ല. ആൻഡ് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ടേൺ ഓവർ എത്രയിൽ കൂടാൻ പാടില്ല? 2 crore കൂടാൻ പാടില്ല. സച്ച് അതർ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ് എത്രയിൽ കൂടാൻ പാടില്ല? 100 crore കൂടാൻ പാടില്ല. അതുപോലെ ഈ പറയുന്ന സ്മോൾ കമ്പനി എന്ന് പറയുന്ന സാധനം എന്തിലോട്ടൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറിയിൽ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല, സെക്ഷൻ 8 കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല, ഒരു കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് വിച്ച് ഇസ് ബീൻ ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട് ആണെങ്കിൽ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. പിന്നെ Section 2 clause 71 നമ്മൾ പഠിച്ചു. പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. അതിന്റെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആക്ട് പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് പബ്ലിക്കും, പ്രൈവറ്റ് സബ്സിഡറി ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റും ആണെങ്കിൽ ഈ പറയുന്ന കംപ്ലീറ്റ് പ്രൈവറ്റ് ഷെൽ ബി ഡീം ടു ബി ദ എന്താണോ പബ്ലിക് കമ്പനി, എന്താണോ ഹോൾഡിംഗ്, ഇറ്റ് ഷെൽ ബി ഡീം ടു ബി ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്താണ്? സെക്ഷൻ 2 ക്ലോസ് 68 പറയണ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ദ മിനിമം പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ബൈ ദി ആക്ട്. 3 കാര്യങ്ങൾ ഓർക്കണം. അതിന്റെ ഷെയർ പബ്ലിക്കിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമ്പർ ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ടു 200. സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി cannot also be transferred to the പബ്ലിക്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡെഫിനിഷൻസ് അല്ലെ പ്രിലിമിനറിക്കകത്ത് പഠിച്ചത്. ഈ പഠിച്ചതിൽ എന്തെങ്കിലും ഡു യു ഹാവ് എനി ഡൗട്ട്? മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഫോം ചെയ്യാൻ ആക്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ മാത്രം മതി. ലൈക്ക് ഫോർ സ്മോൾ കമ്പനി, OPC അങ്ങനെ എടുത്തെടുത്ത് പറയും. ഈ OPCക്ക് ആണെങ്കിൽ ഇത്ര വേണം, ഇത്രയിൽ ലിമിറ്റ് ചെയ്തോണം. സ്മോൾ കമ്പനി ആണെങ്കിൽ ഇത്രയിൽ ലിമിറ്റ് ചെയ്തോണം. അങ്ങനെയാണ് ഈ പറയുന്ന പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ഒരു ഓപ്പറേഷൻസും ഇല്ല, കഴിഞ്ഞ 2 വർഷമായിട്ടും അതിന്റെ ഫിനാൻഷ്യൽ ശരിക്കും പറഞ്ഞാൽ ഫയൽ ചെയ്യണം എന്നാണ്, അവർക്ക് ഒരു ഓപ്പറേഷൻസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കമ്പനിയാണ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഡോർമെന്റ് കമ്പനി നമ്മൾ പഠിക്കൂ കേട്ടോ ഇർഷാദ്. ഇല്ലില്ല, കോമൺ ആയിട്ടാണ് എത്ര ലെയേഴ്സ് വേണം എന്ന് പറയുന്നത്. ആക്ട് സേസ് ഇറ്റ് ഇൻ എ കോമൺ വേ. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ യു ഷുഡ് ബി എ ഷെയർ ഹോൾഡർ. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ അല്ലേ ഇർഷാദെ? അതായത് ഞാനും ഇർഷാദും ശ്രീരാഗും കൂടി ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങുക, അതിനകത്ത് ഇർഷാദിന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാലോ. പുറമേ നിന്ന് ഒരാൾക്ക് വന്ന് അതിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഷുഡ് ബി ലിമിറ്റഡ് ടു 200. പുറമേ അത് ആ പറയുന്ന നമ്മുടെ ഷെയർ പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ 3 പേര് കൂടിയാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇർഷാദിന് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻവെസ്റ്റ്. ക്ലിയർ ആണോ ഇർഷാദ്? ശ്രീരാഗ് ഓൾസോ ക്ലിയർ ആണോ? ഇമ്രാൻ ക്ലിയർ ആണോ? പ്രൈവറ്റ് കമ്പനിയിൽ ജോയിന്റ് ഷെയർ ഹോൾഡേഴ്സിനെ അവരുടെ വോട്ടിംഗ് ആണ് സിംഗിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ അതൊക്കെ പഠിക്കും ശ്രീരാഗ്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. നമ്മൾ ആ ഒരു ഡെപ്തിനകത്തോട്ട് കയറിയിട്ടില്ല. സോ ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ടൈം. ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് ബേസിക് ഡെഫിനിഷൻസ് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്.
I hope all topics were clear. Definitions നാത്തൊന്നും ഡൗട്ട് ഇല്ലല്ലോ. ഓരോ ഡെഫിനിഷൻസും എന്താണെന്ന് നാളെ വായിച്ചുകൊണ്ട് വരണം. സെക്ഷൻ നമ്പേഴ്സ് എല്ലാം പറഞ്ഞ പോലെ ഒരു പേജ് തുടങ്ങിയിട്ട് ഒരു ഓർഡർ ആയിട്ട് എഴുതി പോകണം. നാളെ ഒരു 3-4 തവണ ഓർക്കണം. നമ്മളെല്ലാം മനുഷ്യരാണ്. വി ഹാവ് എ ടെൻഡൻസി ടു ഫൊർഗെറ്റ് ദ ഡെഫിനിഷൻസ്. അപ്പൊ അത് മറന്നു പോകാതിരിക്കണമെങ്കിൽ റീറീഡ് ദ ഡെഫിനിഷൻസ്. അപ്പൊ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം വരെ സമയമുണ്ട് ടു റീറീഡ് കമ്പനി ലോ. കമ്പനി ലോ ഇസ് എ വെരി ഈസി ആക്ട്. പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് എഴുതാനും പറ്റും. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഈ ഡെഫിനിഷൻ പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല ആക്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിർത്താലോ അല്ലെ? ബ്ലെസ്സിൻ നിർത്താലോ അല്ലെ? ഐ ഹോപ്പ് പഠിപ്പിച്ചാൽ ആർക്കും ഡൗട്ടും ഒന്നും ഇല്ലല്ലോ. ഡു യു ഹാവ് എനി ഡൗട്ട്സ് ആർക്കും? ബ്ലെസ്സിൻ നിർത്താലോ അല്ലെ? PDF ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ ക്ലാസ് കഴിയുമ്പോ. ഓക്കെ 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 ശരി മാം. നാളെ ഈ ടൈം അല്ലേ? നാളെ ഈ ടൈം അല്ലേ മാം? സെയിം ടൈമാ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓക്കെ.